ഈ ബൈബിൾ വിശ്വസിക്കാത്ത, ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളാണ് വലിയ അപകടം ചെയ്യുന്നത്. ക്രിസ്തു പറയുന്നു, ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ പിതാവ് ഏകനാണെന്നും ആ പിതാവാണ് ഏക സത്യദൈവം എന്നും ബൈബിൾ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്തത് നമ്മൾക്ക് എറർ സ്പിരിറ്റിനാൽ നമ്മൾ പിടിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തു ആ ദൈവത്തിൻ്റെ മകനാണ്. യേശു ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്. അതാണ് പിതാവ് പറയുന്നത്, ഇതാ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഇതാണ് പിശാചുക്കളെ വിളിച്ചു പറയുന്നത്, നീ ആരാണ്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുക്രിസ്തു അവരെ മിണ്ടാൻ അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, താൻ ആരാണെന്ന് പിശാചുക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് യേശു അവരെ മിണ്ടാൻ അനുവദിച്ചില്ല. പക്ഷെ ഇടയിൽ അവർ ചാടിക്കയറി പറയും, നീ ആരാണ്? മഹോന്നതനായ ദൈവം എന്നല്ല, മഹോന്നതനായ ദൈവത്തിന്റെ പുത്രൻ. ഇതൊന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വി ആർ ഇൻ ഗ്രേറ്റ് എറർ. പിതാവിനും വിശ്വസിക്കത്തില്ല, പുത്രനായ ക്രിസ്തുവിനും വിശ്വസിച്ചില്ല, അറ്റ്ലീസ്റ്റ് പിശാചിനെങ്കിലും അതും വിശ്വസിക്കത്തില്ല. ഈ ഒരു തലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. സന്ദേശത്തിന്റെ പേരാണ് ഫാദേഴ്സ് ഹോണർ. ഫാദേഴ്സ് ഹോണർ, പിതാവിന്റെ ബഹുമാനം. ഓർ ഫാദേഴ്സ് ലവ്, പിതാവിന്റെ സ്നേഹം. പ്രിയ കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ നമസ്കരിക്കുന്നത്? 4-ാം അധ്യായത്തിൽ പിതാവിനെ നമസ്കരിക്കുന്നു, 5-ാം അധ്യായത്തിൽ പിതാവിനെയും പുത്രനെയും നമസ്കരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫാദേഴ്സ് ഹോണറാണ്. പിതാവ് തന്നെ സേവിക്കുന്ന മക്കളെ ഹോണർ ചെയ്യുന്ന വിധമാണത്. ഇതേപോലെ നിങ്ങളും പിതാവിനെ ക്രിസ്തുവിലൂടെ സേവിക്കുന്നെങ്കിൽ നിങ്ങളെയും ഹോണർ ചെയ്യും. നാം അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫാദേഴ്സ് ഹോണർ. പിതാവിന് നമ്മളെ എത്രമാത്രം ഹോണർ ചെയ്താലും മതിയാകാത്തൊരു പിതാവിനെ പോലെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. നമുക്ക് പലയിടത്തും കാണാം പിതാവ് പറയുന്നൊരു കാര്യം, അതുകൊണ്ട് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി. ഫാദേഴ്സ് ഹോണർ. ഒരപ്പനെ സേവിക്കുന്ന മകനെ അപ്പൻ ഹോണർ ചെയ്യുക. എല്ലാവരും പുത്രനെ ബഹുമാനിക്കുവാൻ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ, ന്യായവിധിയല്ല പുത്രന് കൊടുത്തിരിക്കുക. ഒരപ്പന്റെ ആഗ്രഹമാണ് തന്നെ സേവിക്കുന്ന തന്റെ മകനെ ബഹുമാനിക്കണം. എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ശ്രദ്ധിച്ചേ, അപ്പൊ പുള്ളിക്കാരൻ ആരാ? ഓൾറെഡി രാജാവാ. ആത്മമണ്ഡലത്തിലെ രാജാവായി താഴേക്ക് വന്നേക്കണേ. ആത്മമണ്ഡലത്തിലെ രാജാവാ താഴേക്ക് വന്നിരിക്കണേ. ഹല്ലേലൂയ. ആ രാജാവാണ് ഇതാ സ്വർഗസ്ഥ പിതാവിനെ അനുസരിക്കാൻ വേണ്ടി ഏറ്റവും താണ് വന്ന് ഇതാ അവസാനം എൻ്റെ അപ്പനെ അനുസരിക്കാൻ ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായത്. ദൈവവചനം പറയുന്നു, അതുകൊണ്ട് that is the reason അതുകൊണ്ട് ദൈവം അവനെ. അപ്പൊ ഈ ദൈവം അവോയ്ഡ് ചെയ്യപ്പെട്ടില്ല. ദൈവം അവിടെ തന്നെയുണ്ട്, എല്ലാറ്റിനും മുകളിലായി. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാത്തിനും ഉപരിയായി ക്രിസ്തുവിനെ ഉയർത്തിയെങ്കിലും ഉയർത്തിയവൻ ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. കൊരിന്ത്യർ ലേഖനം പറയാണ്, ഉയർത്തിയ ദൈവം ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. ഹല്ലേലൂയ. സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് കഴിഞ്ഞാൽ അടുത്ത വ്യക്തിത്വമാണ്. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ക്രിസ്തുവിൻ തല ദൈവം. പ്രൈസ് ദി ലോർഡ്. സ്വർഗസ്ഥ പിതാവിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ഭൂമിയിലെ അല്പകാല ജീവികളായ എൻ്റെ എല്ലാ കൂട്ടു സഹോദരങ്ങളെയും, ബോഡി ഓഫ് ക്രൈസ്റ്റിലെ എല്ലാ അംഗങ്ങളെയും, ഈ ശബ്ദ കാഴ്ചപരിധിയുള്ള എല്ലാവരെയും അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ ഏകദേശം 9 ദിവസത്തോളമായി വചനത്തിൻ്റെ തണലിരുപ്പാൻ സ്വർഗത്തിൽ ദൈവം നമ്മളെ സഹായിക്കുന്നു. എത്രയോ ശ്രേഷ്ഠമായ പദവിയാണെന്നറിയോ? ഹല്ലേലൂയ. നിത്യതയെ, ദൈവരാജ്യത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു ചെറുകൂട്ടൻ ജനം. അപ്പോൾ നോർമലി ഈ റിട്രീറ്റിൻ്റെ അവസാന ദിവസമായ സാറ്റർഡേ വൈകിട്ട് ജനത്തിൻ്റെ സംശയങ്ങൾക്ക് ഉത്തരമാണ് കൊടുക്കുന്നത്. ഇന്നും ഒരു വാത്സല്യ ദേവദാസൻ ഒരു 3 പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഒരു ക്രിട്ടിസൈസ് ചെയ്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുത്തിട്ടുണ്ട്. ഇത് 4-മത്തെയാണ്. അദ്ദേഹം ഇങ്ങനെ തുടർന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ
ഒരുപക്ഷെ സ്വർഗസ്ഥ പിതാവ് അത് ഏൽപ്പിച്ചതായിരിക്കാം. കാരണം തൻ്റെ സഭയ്ക്ക് സത്യം അറിയണം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലേ സഭയ്ക്ക് സത്യം അറിയാൻ പറ്റുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ ചോദ്യം വന്നപ്പോൾ എൻ്റെ ഹൃദയത്തിലകത്ത് പെട്ടെന്ന് വന്നൊരു ചിന്ത, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ സദൂക്യർ വന്ന് ചോദിച്ച ചോദ്യം. ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരും ഉണ്ടായിരുന്നു. കഥ ഞാൻ വിവരിക്കുന്നില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് ഏവർക്കും അറിയാം. പുനരുദ്ധാനം ഇല്ല എന്ന് പറയുന്നവരാണ് യേശുവിനെ കുരുക്കാൻ ചോദിച്ചതാണ്. ഈ 7 ഭർത്താക്കന്മാരും മരിച്ചു, അവസാന സ്ത്രീയും മരിച്ചു. പുനരുദ്ധാനത്തിൽ ഈ സ്ത്രീ ഇതിൽ ആർക്ക് ഭാര്യയാവും? 7 പേരും ഭാര്യയായിരുന്നു, 7 പേർക്കും ഭാര്യയായിരുന്നല്ലോ ഇവിടെ വെച്ചേ. അവർ ചിന്തിച്ചു യേശു ഇപ്പോൾ കുരുങ്ങുമെന്ന്. യേശുക്രിസ്തു അവരോട് തിരിച്ചു ചോദിച്ചൊരു ചോദ്യം, തിരിച്ചു പറഞ്ഞൊരു കാര്യം, യു ആർ ഇൻ ഗ്രേറ്റ് എറർ. നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു. അതിൻ്റെ കാരണം നിങ്ങൾ തിരുവെഴുത്ത് പ്രസംഗിക്കാഞ്ഞിട്ടല്ല, നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ കുറിച്ച് അറിയത്തില്ല, ദൈവശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഈ വാത്സല്യ ദൈവദാസനോടും അവർ ട്രിനിറ്റിയെ പ്രൂവ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നൊരു കൂട്ടരാണ്. ബൈബിളിൽ ട്രിനിറ്റി എന്ന് പറയുന്ന സംഭവമില്ല, അത് ക്രാഫ്റ്റഡ് ആണ്. അപ്പോസ്തലപ്രവൃത്തി 20:29 പ്രകാരം പൗലോസ് പറഞ്ഞൊരു കാര്യം, ഞാൻ പോയ ഉടനെ തന്നെ കൊടിയ ചെന്നായ്ക്കൾ, അദ്ദേഹത്തിൻ്റെ പ്രവചന പൗലോസ് അപ്പോസ്തലൻ, കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടന്നിട്ട് ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചഴയ്ക്കാൻ വേണ്ടി അവർ വിപരീത ഉപദേശം, യേശു പറഞ്ഞതല്ല അതിന് ഓപ്പോസിറ്റ് ഉപദേശമായിട്ട് പ്രഖ്യാപിച്ച് തങ്ങളുടെ പിന്നാലെ വലിച്ചുകൊണ്ടുപോകും. അപ്പം ആ കൂട്ടത്തിൽ വന്ന ഒരു ഉപദേശമാണ് ട്രിനിറ്റി എന്ന് പറഞ്ഞ ഉദ്ദേശം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് വചനത്തിലെ സത്യമായ കാര്യമാണ്. അത് ക്രിസ്തേശുവിലാണ്, സ്വർഗസ്ഥ പിതാവിലല്ല. പിതാവായ ഏകദൈവമാണ് നമുക്കുള്ളതെന്ന് ബൈബിൾ ആവർത്തിച്ച് പറയുമ്പോൾ ക്രിസ്തു യേശുവിൽ ആ സ്വർഗസ്ഥ പിതാവ് പ്രവർത്തിക്കുന്നത് ത്രിയേകമായിട്ടാണ്. അതുകൊണ്ട് നമ്മളിലും ആ ദൈവപ്രവർത്തനം ത്രിയേകമാണ്. ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മളും ആ ത്രിയേക പ്രവർത്തനം മനസ്സിലാക്കി നമ്മളിലത് അഡോപ്റ്റ് ചെയ്യണം. അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവ്, ദൈവങ്ങൾ എന്ന് പറയുന്നത് അനേകരുണ്ട്, ഇവരുടെ മധ്യേ പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് ബൈബിൾ പറഞ്ഞാൽ ഈ ബൈബിൾ വിശ്വസിക്കാത്ത, ക്രിസ്തുവിനെ വിശ്വസിക്കാത്ത ക്രിസ്ത്യാനികളാണ് വലിയ അപകടം ചെയ്യുന്നത്. ക്രിസ്തു പറയുന്നു ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ച എന്നെയും അറിയുന്നതാണ് നിത്യജീവൻ. അപ്പോൾ പിതാവ് ഏകനാണെന്നും ആ പിതാവാണ് ഏക സത്യദൈവം എന്നും ബൈബിൾ ആവർത്തിച്ച് പറയുമ്പോൾ നമുക്കത് വിശ്വസിക്കാൻ കഴിയാത്തത് നമ്മൾക്ക് എറർ സ്പിരിറ്റിനാൽ നമ്മൾ പിടിക്കപ്പെട്ടത് കൊണ്ടാണ്. അപ്പോൾ യേശുക്രിസ്തു ആ ദൈവത്തിൻ്റെ മകനാണ്. യേശു ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്. അതാണ് പിതാവ് പറയുന്നത്, ഇതാ ഇവൻ എൻ്റെ പ്രിയ പുത്രൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇതാണ് പിശാചുക്കളെ വിളിച്ചു പറയുന്നത്, നീ ആരാണ്? മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രനാണ്. യേശുക്രിസ്തു അവരെ മിണ്ടാൻ അനുവദിച്ചില്ല. കാരണം ദൈവത്തിൻ്റെ വചനം പറയുന്നു, താൻ ആരാണെന്ന് പിശാചുക്കൾക്ക് അറിയാവുന്നത് കൊണ്ട് യേശു അവരെ മിണ്ടാൻ അനുവദിച്ചില്ല. പക്ഷെ ഇടയിൽ അവർ ചാടിക്കയറി പറയും, നീ ആരാണ്? മഹോന്നതനായ ദൈവം എന്നല്ല, മഹോന്നതനായ ദൈവത്തിൻ്റെ പുത്രൻ. ഇതൊന്നും വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ വി ആർ ഇൻ ഗ്രേറ്റ് എറർ. പിതാവിനും വിശ്വസിക്കത്തില്ല, പുത്രനായ ക്രിസ്തുവിനും വിശ്വസിക്കില്ല, അറ്റ്ലീസ്റ്റ് പിശാചിനെങ്കിലും അതും വിശ്വസിക്കത്തില്ല. ഈ ഒരു തലത്തിൽ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ ചിന്ത, ഞാൻ അദ്ദേഹത്തിൻ്റെ ആ തോട്ട് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. കാരണം ദൈവം അത് അദ്ദേഹത്തെ അനുവദിച്ചതാണ്. കാരണം തൻ്റെ സഭ വലിയ എററില്ല. ഈ എറർ സ്പിരിറ്റിൽ നിന്ന് സഭയ്ക്ക് മോചനം വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഒരു ഭാഗം ഇതാണ്, യേശുക്രിസ്തു ദൈവമാണ്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് യേശുവിനെ ആരാധിക്കുന്നുണ്ട്. വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ യേശുവിനെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് യേശു ദൈവമാണ്. അപ്പോൾ പിന്നെ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, 2 ദൈവം ഉണ്ടാകാൻ പറ്റൂലല്ലോ. അടുത്ത സ്റ്റേറ്റ്മെൻറ്റ്, അപ്പോൾ പിതാവിനെ തട്ടി, സ്വർഗസ്ഥ പിതാവിനെ തട്ടി. അടുത്തത് ദൈവം ഒന്നല്ലേ ഉള്ളൂ അല്ലേ? അപ്പോൾ യേശു തന്നെയാണ് പിതാവ്. അതാണ് ട്രിനിറ്റിയുടെ മർമ്മം എന്ന് പറഞ്ഞു കൊണ്ടുവരികയാണ്. അവസാനം തട്ടുകയാണ്. ഇന്ന് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കാനുള്ള പിശാചിൻ്റെ എല്ലാ പദ്ധതിയും സഭകളുടെ ഉള്ളിൽ പിശാച് തൻ്റെ കള്ളപ്രവാചകന്മാർ വഴി നല്ല ദേവദാസന്മാരെയൊക്കെ തെറ്റിച്ചിട്ടിരിക്കുക. എല്ലാവരെയും കൺഫ്യൂഷനാണ്. യേശു പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തിരുവെഴുത്തുകളെ കുറിച്ച് അറിയില്ല, തിരുവെഴുത്തുകളെ ദൈവശക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ആസിറ്റീസ് എന്ന് കേട്ടിട്ട് നമുക്കതിൻ്റെ തിരുവെഴുത്തിലെ ദൈവാത്മാവ് തന്ന മറുപടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ സന്ദേശത്തിൻ്റെ പേരാണ്, ഇതിൻ്റെ ടൈറ്റിൽ നമ്മൾ അദ്ദേഹത്തെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, ദൈവത്തിൻ്റെ ചിന്ത സഭയ്ക്ക് കൊടുക്കുന്നതിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ആ
ടൈറ്റിലിൻ്റെ പേര്, ആ സന്ദേശത്തിൻ്റെ പേരാണ് ഫാദേഴ്സ് ഹോണർ. ഫാദേഴ്സ് ഹോണർ, പിതാവിൻ്റെ ബഹുമാനം. ഓർ ഫാദേഴ്സ് ലവ്, പിതാവിൻ്റെ സ്നേഹം. ഇതാണ് പറയാൻ പോകുന്നത്. ഹല്ലേലൂയ. അപ്പോൾ അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഇതിൻ്റെ സൗണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നമുക്ക് അതിലേക്ക് കടന്നു വരാം. ഓ ഫാദർ വി താങ്ക് യു. ചെറിയൊരു ദൈവമുണ്ട് എനിക്ക് അറിയാം. പല ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. സഹോദരങ്ങളെ, ദൈവം ഒന്നേ ഉള്ളൂ, രണ്ടുണ്ടാൻ പറ്റുന്നു, ഒറ്റ ദൈവമുള്ളൂ. അപ്പൊ പിതാവിന് കൂടുതൽ വലിയ ദൈവവും പുത്രൻ ചെറിയ ദൈവമായി പോയാൽ രണ്ടുപേരാൻ പറ്റത്തില്ല. ഈ പല ദുരുപദേശങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എസെൻസിൽ ഒന്നായിരിക്കണം, എങ്കിലും ദൈവം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി ശക്തിയുള്ള ഒരു ദൈവവും അത്ര ശക്തിയിലൊക്കെ വേറൊരു ദൈവവും ആരാധനയ്ക്ക് യോഗ്യനായി വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഭയങ്കര ദുരുപദേശമല്ലേ. അതായത് വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ വണങ്ങുന്നുണ്ട്. അപ്പൊ കുഞ്ഞാട് ദൈവമാണ്. അപ്പൊ അവര് പറയാം അത്രയും വലിയൊരു ദൈവമല്ല. അങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ട് ദൈവങ്ങളാണ്. ശക്തനായ ഒത്തിരി ഉയരത്തിലുള്ള ഒരു ദൈവവും അത്ര ഉയരത്തിലില്ലാത്ത വേറൊരു ദൈവം. ഇങ്ങനൊരു ദുരുപദേശം നിങ്ങളുടെ തന്നെ ഉണ്ട്. അല്ല, നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ ഉണ്ട്. ഷാജി ജോസഫ് എന്ന് പറഞ്ഞ ഒരു ടീം, അന്ത്യകാല കൾട്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോന്ന് അറിയത്തില്ല, ഈ പൂക്കാട്ടുപടി സെന്റർ ആയിട്ട് കുറെ ധ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അവരിങ്ങനെ വിശ്വസിക്കും പിതാവായ ദൈവം വലിയൊരു ദൈവവും പുത്രനായ ദൈവം ഇത്തിരി ചെറിയൊരു ദൈവം. പിന്നെ നമ്മുടെ സഭകളിൽ നിന്ന് ഈ തൃത്വത്തെ കുറിച്ചൊന്നും പഠിപ്പിക്കാത്തതുകൊണ്ടും യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഇതൊന്നും അങ്ങനെ വിഷയമല്ലാത്തതുകൊണ്ട് കുറെ ആൾക്കാർ അങ്ങനെയാണോ, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറയുന്ന കുറെ ആൾക്കാരും അവരുടെ കൂടെ ഉണ്ട്. ഏത് ഡോക്ടറിനും കേട്ടാലും ആമേൻ പറയുന്നവരും ഉണ്ട്. പക്ഷെ ഇവിടുത്തെ വിഷയം ഇതൊന്നല്ല. എന്താണ്, ആരാണ് യേശുക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത ആള്? ആരാണ്? ഒരു പക്ഷെ നമ്മളിൽ പലരും അങ്ങനെ ആയിരിക്കാം. അതായത് യേശുക്രിസ്തുവിനെ ബിംബവൽക്കരിക്കുന്നവർ. ഈ പല ദുരുപദേശങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എസെൻസിൽ ഒന്നായിരിക്കണം, എങ്കിലും ദൈവം എന്ന് പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒത്തിരി ശക്തിയുള്ള ഒരു ദൈവവും അത്ര ശക്തിയിലൊക്കെ വേറൊരു ദൈവവും ആരാധനയ്ക്ക് യോഗ്യനായി വരുന്നതായിട്ട് കാണാൻ പറ്റും. അത് ഭയങ്കര ദുരുപദേശമല്ലേ. അതായത് വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ വണങ്ങുന്നുണ്ട്. അപ്പൊ കുഞ്ഞാട് ദൈവമാണ്. അപ്പൊ അവര് പറയാം അത്രയും വലിയ. പ്രൈസ് ഗോഡ്. നിങ്ങൾ കേട്ടോ, വെളിപ്പാട് ദിവസം 5-ാം അധ്യായത്തിൽ കുഞ്ഞാടിനെ വണങ്ങുന്നുണ്ട്. വണങ്ങുന്നത് കൊണ്ട് കുഞ്ഞാട് ദൈവമാണ്. ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു ദൈവമാണെന്നുള്ളതിന് യാതൊരു സംശയമൊന്നുമില്ല. ദൈവത്തിൻ്റെ കാറ്റഗറിയാണ്, ദൈവപുത്രനാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഇവിടെ ഇതിലൂടെയൊക്കെ പിശാച് ചെയ്യുന്നത് പിതാവിനെ ഒഴിവാക്കുകയാണ്. വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് നിങ്ങൾ മറിയുന്നുവോ? ആരാ വിളിച്ചേ? സ്വർഗസ്ഥ പിതാവ് നമ്മളെ ക്രിസ്തു യേശുവിലൂടെ തൻ്റെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ മക്കളായി ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി വിളിച്ചിരിക്കുകയാണ്. ഈ ഒരു സന്ദേശം നമുക്ക് കിട്ടാതെ നമ്മളൊരു ക്രിസ്തുവിനെ വിളിച്ചപേക്ഷിച്ച് ഒരു മതത്തിൽ ചേർന്ന് അവസാനിപ്പിച്ച ഒരു സന്ദർഭമാണ് ഇന്ന് ഈ ലോകത്തിൽ വരുന്നത്. യഥാർത്ഥ ദൈവ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാകുന്നില്ല, ജനം അറിയുന്നില്ല. അപ്പം ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. യേശുക്രിസ്തു വളരെ വ്യക്തതയോടെ പറഞ്ഞിട്ടുണ്ട് ശമരിയക്കാരത്തിയായ സ്ത്രീയോട്. ശ്രദ്ധിക്കുക, തന്നെ ആരാധിക്കാനല്ല പറഞ്ഞത്. ശമരിയക്കാരത്തിയായ സ്ത്രീയോട് പറഞ്ഞു, ആരെ ആരാധിക്കണം എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിച്ചാൽ ക്രിസ്തുവിന് എന്താ പറയാനുള്ളതെന്ന് ആദ്യം ശ്രദ്ധിക്കുക. ക്രിസ്തു പറയാണ്, നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലോ ജെറുസലേമിലോ അല്ല എന്ന നാഴിക വരുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് തൻ്റെ ശുശ്രൂഷയിൽ ആരെയാണ് നാം ആരാധിക്കേണ്ടത്. നമുക്ക് ബൈബിളാണോ വിശ്വാസം, അത് വേറെയാണോ? ക്രിസ്തുവിനെയാണോ വിശ്വാസം? അല്ലാതെ ആളുകൾ പറയുന്ന ഊഹാപോഹങ്ങളാണ്. ക്രിസ്തുവിന് ബഹുമാനം കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ അത് എന്താണെന്ന് നാം മനസ്സിലാക്കി കൊടുത്താൽ നമുക്ക് ഓരോരുത്തർക്കും നല്ലതാണ്. അപ്പോൾ ബൈബിളിലെ വചനം നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഈ വാക്ക് ആദ്യം കേട്ടിട്ട് നമുക്ക് മുന്നോട്ട്. യേശു പിശാചിനോടും പറഞ്ഞൊരു കാര്യം. പിശാച് വന്നിട്ട് പറഞ്ഞു, നീ എന്നെ വണങ്ങിയാൽ ഇതൊക്കെ നിനക്ക് തരാം. അപ്പോൾ യേശുക്രിസ്തു നേരെ പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിന് മാത്രമേ വണങ്ങാൻ പാടുള്ളൂ.
മനസ്സിലാവുന്നുണ്ടോ? ഒരു പരീശൻ യേശുവിൻ്റെ അടുക്കൽ വന്നു, എന്നിട്ട് ചോദിച്ചു, ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് ചോദിച്ചു. അപ്പോൾ കർത്താവ് നേരെ പറഞ്ഞത്, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ സ്നേഹിക്കണം, അതാണ് ഏറ്റവും വലിയത്. പിന്നെ ആരാണ് ആ ദൈവമായ കർത്താവ് എന്നാണ് ശമര്യക്കാരത്തോട് പറയുന്നത്. നിങ്ങൾ പിതാവിനെ ആരാധിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്ന് നാഴിക വരുന്നു. ദൈവം ആത്മാവാകുന്നു. അപ്പോൾ പിതാവ് ദൈവമായിട്ടാണ് കാണിക്കുന്നത്. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. ഇതൊക്കെ യേശു പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ ആ യേശു പറഞ്ഞ ദൈവത്തെ തട്ടിമാറ്റിയിട്ട് ആ സ്ഥാനത്ത് യേശുവിനെ കൊണ്ടുവരരുതെന്നാണ് ഈ പറയണേ. അതിനാണ് പിശാച് ശ്രമിക്കുന്നത്, മറ്റൊരു യേശുവിനെ കൊണ്ട് പിതാവിനെ മറയ്ക്കുക. അതാണ് ഗലാത്യലേഖനം 1:6-7 അട്ടിമറിക്കപ്പെട്ട സുവിശേഷം. വിളിച്ചവനെ വിട്ട് ഇത്ര വേഗത്തിൽ വേറൊരു സുവിശേഷത്തിലേക്ക് മറിയുന്നു. ഹല്ലേലൂയ. വേറൊരു സുവിശേഷത്തിലേക്ക്. അവസാനം ഇവർ യേശുക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ വരുമ്പോൾ അവർ പറയും, ഞങ്ങൾ അങ്ങേ കർത്താവായി സ്വീകരിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി, രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി എന്നൊക്കെ പറയുമ്പോൾ ഈ ഒറിജിനൽ കർത്താവ് പറയും, ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല. ഈ സ്വർഗരാജ്യത്തേക്ക് കയറണമെങ്കിൽ എന്നെ കർത്താവെ എന്ന് വിളിച്ചാൽ പറ്റില്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യണം. അപ്പോൾ ആ പിതാവിനെ മറിക്കുന്ന അട്ടിമറിക്കുന്ന സുവിശേഷങ്ങൾ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ സന്ദേശം. ഇനി വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ നമസ്കരിക്കുന്നുണ്ട്. കർത്താവ് എനിക്ക് തന്ന പാട്ടുകളിൽ അധികം ഇതാ ക്രിസ്തുവിന് ഹോണർ കൊടുക്കുന്ന പാട്ടുകളുണ്ട്, പാട്ടുപുസ്തകത്തിലുണ്ട്. അപ്പം എന്താണ് അതിൻ്റെ കാരണം? പ്രിയ കുഞ്ഞുങ്ങളെ, എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ നമസ്കരിക്കുന്നത്? 4-ാം അധ്യായത്തിൽ പിതാവിനെ നമസ്കരിക്കുന്നു, 5-ാം അധ്യായത്തിൽ പിതാവിനെയും പുത്രനെയും നമസ്കരിക്കുന്നു. അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഫാദേഴ്സ് ഹോണറാണ്. പിതാവ് തന്നെ സേവിക്കുന്ന മക്കളെ ഹോണർ ചെയ്യുന്ന വിധമാണത്. ഇതേപോലെ നിങ്ങളും പിതാവിനെ ക്രിസ്തുവിലൂടെ സേവിക്കുന്നുവെങ്കിൽ നിങ്ങളെയും ഹോണർ ചെയ്യും. നാം അതാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫാദേഴ്സ് ഹോണർ. പിതാവിന് നമ്മളെ എത്രമാത്രം ഹോണർ ചെയ്താലും മതിയാകാത്തൊരു പിതാവിനെ പോലെയാണ് ബൈബിളിൽ നമ്മൾ കാണുന്നത്. എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അവൻ എന്നെ അനുഗമിക്കും. എന്നെ അനുഗമിക്കുന്നവനെ എൻ്റെ പിതാവ് ബഹുമാനിക്കും. ഇറ്റ് ഈസ് ഫാദേഴ്സ് ഹോണർ. ഇത് തിരിച്ചറിയുക. പിതാവ് ഇവിടെ സൃഷ്ടികളോട് കൽപ്പിക്കുകയാണ്, എൻ്റെ ഈ മകനെ നീ നമസ്കരിക്കേ. അതാണ് ഫാദേഴ്സ് ഹോണർ. അത് പല രീതിയിലും വരാം. നമുക്ക് പലയിടത്തും കാണാം. പിതാവ് പറയുന്നൊരു കാര്യം, അതുകൊണ്ട് പിതാവ് അവനെ ഏറ്റവും ഉയർത്തി. ഫാദേഴ്സ് ഹോണർ. ഒരപ്പനെ സേവിക്കുന്ന മകനെ അപ്പൻ ഹോണർ ചെയ്യുക. എല്ലാവരും പുത്രനെ ബഹുമാനിക്കുവാൻ. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ, ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ഒരപ്പൻ്റെ ആഗ്രഹമാ തന്നെ സേവിക്കുന്ന തൻ്റെ മകനെ ബഹുമാനിക്കണം. ഇത് തിരിച്ചറിഞ്ഞ് നാം യേശുവിന് വേണ്ട ബഹുമാനം കൊടുക്കണം. ആരായിട്ടല്ല, അപ്പനായ ഏകസത്യ ദൈവമായിട്ടല്ല, അപ്പൻ്റെ മകനായ സർവ്വലോകത്തിൻ്റെയും രാജാവായി അപ്പനാൽ നിയമിതനായ ആ വ്യക്തിത്വത്തിന് രാജാവിൻ്റെ ബഹുമാനവും ജഡ്ജിയുടെ ബഹുമാനവും നമ്മുടെ നായകൻ്റെ ബഹുമാനവും രക്ഷിതാവിൻ്റെ ബഹുമാനവും കർത്താവിൻ്റെ ബഹുമാനവും ഒക്കെ കൊടുക്കണം. ആരുടെ കൽപ്പനയാൽ? പിതാവിൻ്റെ കൽപ്പനയാൽ. അതാണ് അവിടെ കാണുന്നത്. അല്ലാണ്ട് അപ്പനെ റീപ്ലേസ് ചെയ്യല്ല. അത് വെച്ചതുകൊണ്ട് പിന്നെ പിതാവിൻ്റെ കൂടെ പുത്രനോട് കൂട്ടിക്കെട്ടി ഇതുകൊണ്ട് ചേർത്ത് വേറൊരു ദൈവം ആക്കുകയല്ല. അങ്ങനെയൊന്നും ബൈബിൾ പറഞ്ഞിട്ടില്ല. ഇറ്റ്സ് ഫാദേഴ്സ് ഹോണർ. ഫാദേഴ്സ് ഹോണർ. ഹല്ലേലൂയ.
ഇതുപോലെ നമ്മളെ ബഹുമാനിക്കും. ഇവിടെ ശുശ്രൂഷയിൽ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ശുശ്രൂഷയില് നമ്മളും ഈ ക്രിസ്തുവെ പോലെ നമ്മൾ വചനത്തിന് വേണ്ടി നിലനിൽക്കുന്നുവെങ്കിൽ നമ്മളെയും പിതാവ് ബഹുമാനിക്കും. ഇനിയും വീണ്ടും ദൈവത്തിന്റെ വചനം പറയാം, ബഹുമാനിച്ചിട്ടും പിതാവിന് മതിയാകുന്നില്ല. എല്ലാ 3 ലോകത്തുള്ളവരും, സ്വർഗലോകത്തുള്ളവരും, ഭൂലോകത്തുള്ളവരും, പാതാളത്തിലുള്ളവരും ഈ കാരണത്താൽ എന്റെ മകനെ ബഹുമാനിക്കണം, മുട്ടമടക്കണം അവന്റെ മുമ്പിൽ. എന്നിട്ടും പിതാവിന് മതിയായില്ല. ഹെബ്രായ ലേഖനം പറയാം, വീണ്ടും എന്റെ മകൻ ഭൂമിയിലേക്ക് ഞാൻ അയക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസം ഇനിയും എന്റെ മകനെ വണങ്ങാത്തവരെല്ലാം ആ നിമിഷം വണങ്ങിക്കൊള്ളണം. ദൈവത്തിന്റെ സർവ്വദൂതന്മാരോ അവനെ വണങ്ങണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുന്നു. This is Father's honor. തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ടല്ലോ നിങ്ങൾ തെറ്റിപ്പോകുന്നത്. ഇതറിയില്ല. ഹല്ലേലൂയ. ദൈവം നമ്മളെ സ്നേഹിക്കുകയാ. ഈ മീറ്റിങ്ങിന്റെ എൻഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ പലയിടത്തും പോകുമ്പോൾ എന്നെ കാണിച്ചിട്ടുണ്ട്. ഒരിക്കലും മൂവാറ്റുപുഴയിൽ ഇവിടെ ധ്യാനകേന്ദ്രത്തിൽ ഞങ്ങളൊരു ടീമായിട്ട് ഞങ്ങൾ കടന്നുപോയി മൂവാറ്റുപുഴ മീറ്റിങ്ങിന് വേണ്ടി. അപ്പൊ ഞാനവിടെ മീറ്റിങ്ങിന് എൻ്റെ പുതിയ ജീവിതത്തിലെ പുതിയ അവസ്ഥകളാ. ആ സമയത്ത് അവിടെ ഒരു ഭൂതമുള്ളകി, ഒരു പാട്ടുകാരത്തിയാണ് ആ പാട്ടുകാരത്തി. ആ ചർച്ചിലെ പാട്ട് പാടുന്ന സ്ത്രീയാ. ഭൂതം ഇളകിയിട്ട് ആ നേരെ ഭൂതം വന്ന് എൻ്റെ കാലെ വന്ന് നമസ്കരിക്കണം. എനിക്കൊന്നും മനസ്സിലായില്ല എന്താ സംഭവം നടക്കണേന്ന്. ഒരിക്കലും ഇവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു ഭൂതം അവിടെ ഭൂതം ഇളകിയിട്ട് ആ ഭൂതം അവിടെ നിന്ന് ഇഴഞ്ഞു വന്ന് ഇവിടെ നിന്ന് കാലം വന്ന് നമസ്കരിച്ചിട്ട് പോയി. ഇതൊന്നും ക്യാമറ കിട്ടിയില്ല അന്ന് ഈ ക്യാമറ സിസ്റ്റം ഒന്നും നമ്മൾ കൂടെ കൊണ്ട് നടക്കണമല്ലോ. അതിനുശേഷം കൊട്ടാരക്കരയിലെ ടിനു ജോർജിന്റെ ചർച്ചിൽ ഒരു ദിവസം പോയി. അവിടെ ഒരു 3 ദിവസത്തെ മീറ്റിംഗ്, രാവിലെ മുതൽ വൈകിട്ട് വരെ 3 ദിവസത്തെ മീറ്റിംഗ്. അന്ന് പകല് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സ്ത്രീ പുറകില്, ഇവിടെ ശുശ്രൂഷ നടക്കുമ്പോൾ ആ സ്ത്രീക്ക് പുറകിൽ ബോധമുളകി. ആ സ്ത്രീ അവിടെ നിന്ന് കുറച്ച് നടന്നു വന്ന് ബഹളം ഉണ്ടാക്കിക്കൊണ്ട് നിർത്തടാ പ്രസംഗം എന്നും പറഞ്ഞോണ്ട്. പക്ഷെ കുറച്ച് എത്തിക്കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ താഴെ വീണു. പിന്നെ അവൾ അവിടുന്ന് എഴഞ്ഞ് കയറി സ്റ്റേജിൽ കൂടി കയറി സ്റ്റേജിന്റെ മുമ്പിൽ വന്ന് കാലിൽ വീണ് നമസ്കരിച്ച് പബ്ലിക്കിന്റെ മുമ്പാകെ, ക്യാമറകളുടെ മുമ്പാകെ നമസ്കരിച്ചിട്ട് അവളുടെ ഉള്ളിൽ പിശാചിനോട് വിട്ടുപോകാൻ പറഞ്ഞപ്പോ പിശാചി വിട്ടുപോയി, അവള് സ്വതന്ത്രയായി. ഞാൻ ചോദിച്ചു, കർത്താവ് ഇതെന്തുവാ? കർത്താവിനെ പറഞ്ഞ കാര്യം എനിക്ക് അതുവരെ അറിയത്തില്ലായിരുന്നു. വെളിപ്പാട് 3 അധ്യായത്തിൽ ഒരു കാര്യം എന്നെ കാണിച്ചു തന്നു. ഫിലദൽഫിയ സഭ ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള സഭ. അവിടെ ദൈവത്തിന്റെ വചനം എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന്. യഹൂദരല്ലാതിരിക്കെ, യഹൂദരെന്ന് പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് കൊണ്ടുവരും. പള്ളിയുടെ പേര് യഹൂദരുടെ പള്ളിന്നാ, പക്ഷെ ദൈവത്തിന് മുമ്പിൽ അത് സാത്താന്റെ പള്ളിയാ. ഇന്ന് പല പള്ളികളും ക്രിസ്തീയ പള്ളി എന്ന പേര്, പക്ഷെ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അത് സാത്താന്റെയാ. അങ്ങനെ സാത്താന്റെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അവർ നിന്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാൻ ഞാൻ ഇടയാക്കും. എന്തിന്? താഴെ എഴുതിയിരിക്കുക, അങ്ങനെ ഞാൻ നിന്നെ സ്നേഹിച്ചുവെന്ന് എല്ലാവരുടെയും മുമ്പിൽ ഞാൻ കാണിക്കും. ഹല്ലേലൂയ. നമ്മുടെ വാക്കുകളിലൂടെയല്ല, ദൈവം സാക്ഷ്യപ്പെടുത്തുന്നവനാണ് യഥാർത്ഥ ദൈവം അപ്പോയിന്റ് ചെയ്ത വ്യക്തി. വെയിറ്റ്, യു വിൽ സീ ദാറ്റ്. ഹല്ലേലൂയ. പ്രിയ സഹോദരൻ, ദിസ് ഈസ് ഫാദേഴ്സ് ഓണർ. ഇതാണ് യേശു പറഞ്ഞത്. എന്നെ സ്നേഹിക്കുന്നവൻ, എന്നെ അനുഗമിക്കുന്നവൻ എന്റെ പുറകെ വരും, അവൻ എന്നെ അനുസരിക്കും, എന്റെ പിതാവ് അവനെ ബഹുമാനിക്കും. എന്നെ മാത്രമല്ല പിതാവ് ബഹുമാനിക്കണേ. യേശു പറയും, എന്നെ മാത്രമല്ല, നീ എന്റെ കൽപ്പന അനുസരിച്ച് എന്നെ അനുഗമിച്ചു വന്നാൽ എന്നെ എന്റെ പിതാവ് ബഹുമാനിക്കുന്നതല്ല, നിന്നെയും ബഹുമാനിക്കും. ദാറ്റ് ഈസ് ഫാദേഴ്സ് ഓണർ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയങ്ങൾ അപ്പയ്ക്ക് അറിയാം നമ്മൾ എന്തിനാ ഈ പരിപാടിക്ക് ഇറങ്ങി തിരിച്ചേക്കണേന്ന്. അപ്പൻ അപ്പോയിന്റ് ചെയ്തതാണോ, അതോ നമ്മൾ സ്വയം കയറി അപ്പസ്തോലനും പ്രവാചകനും ടീച്ചറും ആയതാണോ? ഒക്കെ ഇതിലൂടെ അറിയാം. ഹല്ലേലൂയ. ദൈവത്താൽ നിയമിതനായവൻ ദൈവത്തിന്റെ വചനം സംസാരിക്കുന്നു. ആത്മാവിനെ അളവ് കൂടാതെയാ ദൈവം കൊടുക്കുന്നേ. ദൈവം തൻ്റെ
സന്ദേശം അവരെ അറിയിക്കും. ഹല്ലേലൂയ. അപ്പൊ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് ഇത് മനസ്സിലാക്കുക. അതിൻ്റെ ഒരു നിഴൽ ഞാൻ നിങ്ങളോട് പറയാം. നിഴല്, ഫാദർ വി താങ്ക് യു. ആ നിഴല് വേറെ ഒന്നുമല്ല, ജോസഫിന്റെ ജീവിതത്തിലെ സംഭവമാണ്. ജോസഫിന്റെ ജീവിതത്തിലെ സംഭവം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം നമുക്ക് ശബ്ദമുയർത്തി നമുക്ക് വായിക്കാം. ഓ ഫാദർ ഐ താങ്ക് യു. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ചു. ആ ജോസഫ് വാർദ്ധക്യത്തിലെ മകനായകൊണ്ട് ഇസ്രായേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. താങ്ക് യു അപ്പ. പന്ത്രണ്ട് മക്കളിൽ ഏറ്റവും അധികമായിട്ട് ജോസഫിനെ സ്നേഹിക്കുക. ജോസഫിന് അതുകൊണ്ട് അവൻ ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇതേപോലെ സ്വർഗത്തിലെ ദൈവം തൻ്റെ ഏകജാതനായ പുത്രനെ ക്രിസ്തുവെ സകലത്തിൽ ലീഡറാക്കി വെച്ചു. തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ഈ ക്രിസ്തു ഈ അപ്പനോട് കൂടെ നിൽക്കുകയാണ്. അപ്പനോട് കൂടെ നിന്ന് അപ്പനെ അനുസരിക്കുകയാണ്. അതുകൊണ്ട് ഈ ക്രിസ്തുവിനെ അപ്പൻ ഏറ്റവും അധികം ഉയർത്തുകയാണ്. ആത്മലോകത്തെ കാര്യങ്ങൾ നമുക്ക് അറിയില്ല, പക്ഷെ നമ്മളത് ദൈവം എത്രത്തോളം അറിയിച്ചു തരുന്നോ അതനുസരിച്ച് നമുക്ക് ആത്മലോകത്തിലെ ചിന്തകൾ മനസ്സിലാക്കാം. സ്വയമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതാ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന അതേ തലം ഇത് മനസ്സിലാക്കാൻ ജോസഫിൻ്റെ ആ രൂപമാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ ഈ ജോസഫിന് ഈ അപ്പൻ ഈ നിലയങ്കി കൊടുത്തപ്പോ എല്ലാ മക്കളെക്കാളും കൂടുതൽ സ്നേഹിക്കുക. അതോടുകൂടെ ജോസഫിന് എന്നാ പറ്റി? ജോസഫിനെ അതോടുകൂടെ തൻ്റെ സഹോദരങ്ങൾ വെറുക്കാൻ തുടങ്ങി. കാരണം ഈ ഒരു സിസ്റ്റം ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ല. ഓ ഫാദർ വി താങ്ക് യു. ഇതാ നിങ്ങൾക്ക് സ്ക്രീനിൽ ഇത് കുറച്ചുകൂടി വ്യക്തത വലുതായിട്ട് കാണാം. ഓ ഫാദർ വി താങ്ക് യു. അതോടുകൂടി എന്ത് സംഭവിച്ചു? അതോടുകൂടെ ജോസഫിനെ സഹോദരന്മാർ പൊട്ടക്കിണറ്റിലേക്ക് ഇട്ടു. തുടർന്നൊരു യാത്രയാണ്. ആ യാത്രയുടെ അവസാനം ജോസഫ് ഈജിപ്തിലെ ഭരണാധികാരിയായി രണ്ടാമനായി മാറുകയാണ്. അവിടെയും നമുക്ക് കാണാം ഈ ഭൂമിയിലെ അപ്പൻ്റെ ഒരു ബഹുമാനം ഒരു നിഴലായിരുന്നു. തുടർന്ന് വരാൻ പോകുന്നതിൻ്റെ അവിടെ ഫറവോ ജോസഫിനെ ബഹുമാനിക്കുന്നുണ്ട്. അത് ഫറവോയുടെ ബഹുമാനമാണ്. അത് സ്വർഗീയ പിതാവിൻ്റെ ബഹുമാനത്തിനൊരു നിഴലായി വേണമെങ്കിൽ നമുക്ക് എടുക്കാം. അവിടെ പറയുന്ന ബഹുമാനം, ഈ കാരാഗ്രഹത്തിൽ കിടന്ന ഈ അടിമ, ആ അടിമയെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് പറയുകയാണ്. അതിൻ്റെ 41:37 മുതൽ ഉൽപ്പത്തി 41:37 മുതൽ വായിക്കുമ്പോൾ ആ ഹോണർ അവിടെ പറയുകയാണ്. അവൻ്റെ അനുവാദം കൂടാതെ ഈജിപ്തിൽ ഒരുവന് പോലും അനങ്ങാൻ പറ്റാത്ത രീതിയിൽ അവനെ ഉയർത്തുകയാണ്. മാത്രമല്ല അവൻ്റെ മുമ്പിൽ ഈജിപ്തിലുള്ള സകലരുടെയും മുട്ടുകൾ മടങ്ങണം. വായിക്കാം. ഈ വാക്ക് ഫറവോനും അവന്റെ സകല ഭൃത്യന്മാർക്കും ബോധിച്ചു. ഫറവോൻ തന്റെ ഭൃത്യന്മാരോട്, ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഫറവോൻ തന്റെ ഭൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടുകിട്ടുമോ എന്ന് പറഞ്ഞു. പിന്നെ ഫറവോൻ യോസഫിനോട്, ദൈവം ഇതൊക്കെയും നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് നിന്നെപ്പോലെ വിവേകവും ജ്ഞാനവും ഉള്ളവൻ ഒരുത്തനുമില്ല. നീ എൻ്റെ ഗൃഹത്തിന് മേലധികാരിയാകും. നിന്റെ വാക്ക് എൻ്റെ ജനമെല്ലാം അനുസരിച്ചു നടക്കും. സിംഹാസനം കൊണ്ട് മാത്രം ഞാൻ നിന്നേക്കാൾ വലിയവനായിരിക്കും എന്ന് പറഞ്ഞു. ഇതാ മിസ്രയീം ദേശത്തിനൊക്കെയും ഞാൻ നിന്നെ മേലധികാരിയാക്കിയിരിക്കുന്നു എന്നും ഫറവോൻ യോസഫിനോട് പറഞ്ഞു. ഫറവോൻ തൻ്റെ കയ്യിൽ നിന്ന് മുദ്രമോതിരം ഊരി യോസഫിൻ്റെ കൈക്ക് ഇട്ടു. അവനെ നേർമയുള്ള വസ്ത്രം ധരിപ്പിച്ചു. ഒരു സ്വർണ്ണ സരപ്പളിയും അവൻ്റെ കഴുത്തിലിട്ടു. തൻ്റെ 2-ാം രഥത്തിൽ അവനെ കയറ്റി മുട്ടുകുത്തുവിൻ എന്ന് അവൻ്റെ മുമ്പിൽ വിളിച്ചു പറയിച്ചു.
ഇങ്ങനെ അവനെ മിസ്രയീം ദേശത്തിനൊക്കെയും മേലധികാരിയാക്കി. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിന്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കുകയില്ല എന്ന് പറഞ്ഞു. ഫറവോൻ യോസേഫിന്, ശ്രദ്ധിച്ചേ, നിന്റെ അനുവാദം കൂടാതെ മിസ്രയീം ദേശത്ത് ഒരുവനും കയ്യും കാലും അനക്കത്തില്ല. തൻ്റെ രണ്ടാം രഥത്തിൽ കയറ്റി ജോസഫിനെ കൊണ്ടുപോയിട്ട് വിളിച്ചു പറയണം മുമ്പിൽ, മുട്ട് മടക്കുവേൻ. ആരുടെ മുമ്പിൽ? ജോസഫിന്റെ മുമ്പിൽ. തൻ്റെ മന്ത്രിയും തൻ്റെ ജോലിക്കാരും ആ ഈജിപ്തിലെ പ്രജകളും മുട്ട് മടക്കുവേൻ. ആരുടെ മഹത്വത്തിന് വേണ്ടി? ഫറവോയുടെ മഹത്വത്തിന് വേണ്ടി. ഇത് മുട്ട് മടക്കിയില്ലെങ്കിൽ ആർക്കാ നാണക്കേട്? ഫറവോയ്ക്കാ നാണക്കേട്. ഹല്ലേലൂയ. ഇതേപോലെ തന്നെ അനുസരിക്കുന്ന തൻ്റെ മകനായ ക്രിസ്തുവിനെ ദൈവവചനം ഫിലിപ്പിയ ലേഖനം 2:6 മുതൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, തന്നെ അനുസരിക്കുന്ന തൻ്റെ മകനായ ക്രിസ്തുവിനെ. അവിടെ എഴുതിയിരിക്കുന്ന അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ഇവിടെ ജോസഫിനെ ഉയർത്തിയത് എന്തുകൊണ്ടാണ്? സ്വപ്നം റൈറ്റായിട്ട് വ്യാഖ്യാനിച്ചത് കൊണ്ട് അവനെ ഉയർത്തി. ഇവിടെ പറയുന്നു, അതുകൊണ്ട് ദൈവം യേശു ക്രിസ്തുവിനെ ഏറ്റവും ഉയർത്തി. സർവനാമങ്ങൾക്ക് മുകളിലുള്ള നാമം കൊടുത്തു. ഹല്ലേലൂയ. എന്തിനു വേണ്ടി? 3 ലോകത്തുള്ളവരും, സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ഉള്ളവർ എല്ലാവരുടെയും മുഴങ്കാലുകൾ യേശുവിന്റെ മുമ്പിൽ മടങ്ങുകയും യേശു ക്രിസ്തുവാണ് രാജാവ്, കർത്താവെന്ന് ശ്രദ്ധിക്കുക, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാവരും ഏറ്റുപറയണം. വായിക്കേ. അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിനും മേലായ നാമം നൽകി. അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശുക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. ഹല്ലേലൂയ. അപ്പോ ഇവിടെ എഴുതിയിരിക്കുന്ന, അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. അതുകൊണ്ട് ഇറ്റ് ഈസ് ഫാദേഴ്സ് ഹോണർ, അപ്പന്റെ ഹോണറാണ്. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. താനിവിടെ വരുമ്പോ താൻ ആത്മലോകത്തിലെ രാജാവാ. എങ്ങനെ അറിയാം? സങ്കീർത്തനം 2:2 യഹോവയും യഹോവയുടെ അഭിഷിക്തനും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അഭിഷിക്തനാണ് മിശിഹ ക്രിസ്തു. യഹോവയാണ് സ്വർഗസ്ഥ പിതാവ്. 2:2 വായിച്ചേ. യഹോവയ്ക്കും അവന്റെ അഭിഷിക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. യഹോവയ്ക്ക് അവന്റെ അഭിഷിക്തന്, സ്വർഗസ്ഥ പിതാവിന്റെ ഭൂമിയുടെ രാജാവായ തൻ്റെ പുത്രനായ ക്രിസ്തുവിനുമെതിരെ ലോകരാജാക്കന്മാർ എഴുന്നേൽക്കുന്നു. എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ സ്വർഗസ്ഥ പിതാവ് പറയുകയാണ്, ഇവൻ ആരാന്നറിയാമോ? ഇവൻ എന്റെ രാജാവാ, ഞാൻ ഇവനെ രാജാവായി അഭിഷേകം ചെയ്തിരിക്കുക. ആരെ? ക്രിസ്തുവിനെ. വായിക്കുക. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. എന്റെ രാജാവിനെ, എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ, ഇത് ഹെവൻലി സിയോനാണ്, സ്വർഗീയ ജെറുസലേമാണ്. അവിടെ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ആരാണ് ഈ രാജാവ്? എന്റെ പുത്രനാണ് ഈ രാജാവ്. താഴേക്ക്. ഞാനൊരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ഇതാ ക്രിസ്തുവിനെ യഹോവ വിശുദ്ധ ദേവോർവത്തിൽ തൻ്റെ രാജാവായി, തന്നാൽ നിയമിക്കപ്പെട്ട രാജാവായി. അതിൻ്റെ നിഴല് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ നിഴല് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ ഫറവോ ജോസഫിനെ മിസ്രയീം ദേശം മുഴുവൻ രാജാവായി വെച്ചിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവവും തൻ്റെ പുത്രനെ രാജാവായി വെച്ചിരിക്കുക. ആത്മലോകത്തിലെ രാജാക്കന്മാരെ കുറിച്ച് നമുക്ക് അറിയത്തില്ല.
പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, ഈ മകൻ ഗോഡ് ക്ലാസ്സിൽ നിന്ന് താഴേക്ക് വരുവാൻ തയ്യാറായതുകൊണ്ട്, ഈ മകൻ ഗോഡ് ക്ലാസ്സിൽ നിന്ന് താഴേക്ക് വരുവാനായിട്ട് ഈ മകൻ തയ്യാറായതുകൊണ്ട്, അതായത് ദൈവത്തിന്റെ വചനം ഫിലിപ്പിയർ 2:6 പറയുക, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ. പലരും ഇവിടെയാണ് തെറ്റിപ്പോകുന്നത്. അവിടെ പറഞ്ഞിട്ടില്ല പിതാവായ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്നല്ല പറഞ്ഞേ. ഇറ്റ്സ് ഗോഡ് ക്ലാസ്. അപ്പൻ മനുഷ്യനാണെങ്കിൽ മകനും മനുഷ്യൻ തന്നെയാ. ഇതേപോലെ സ്വർഗസ്ഥ പിതാവ് ദൈവം തന്നെയാണ്, ആ പിതാവിന്റെ പുത്രനും ദൈവം തന്നെയാണ്. അത് ഒറ്റ ക്ലാസ് ആണ്. ആ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരികയാ. ഈ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. ശ്രദ്ധിക്കുക, അനുസരണത്തിന്റെ പ്രത്യേകത. അനുസരണമുള്ളവനായതുകൊണ്ട് പിതാവ് എന്ത് ചെയ്തു? അവനെ ഏറ്റവും ഉയർത്തി. അങ്ങനെയെങ്കിൽ ആ ഉയർത്തൽ ശ്രദ്ധിക്കുക, താൻ താന്നു വന്നതിലും മോളില. താൻ എവിടെ നിന്നാണോ താന്നു വന്നത് അതിനേക്കാളും മോളിലാ തന്നെ ഉയർത്തേക്കണേ. മനസ്സിലാക്കുക. ഹല്ലേലൂയ. അല്ലാണ്ട് താൻ ഒരു ഓഫീസിലെ എന്താ പറയാ ഒരു അക്കൗണ്ടന്റ് ആയിരുന്നു. അക്കൗണ്ടന്റ് ആയിരുന്ന സ്ഥാനത്ത് നിന്ന് താഴേക്ക് വന്ന് സ്വീപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് യജമാനൻ അവനെ ഉയർത്തി അക്കൗണ്ടന്റ് ആക്കുന്നതിന് പകരം ഒരു അസിസ്റ്റന്റ് ക്ലർക്കാക്കി. അല്ല, അവനെ ഏറ്റവും ഉയർത്തി ആ സ്ഥാപനത്തിന്റെ ഹെഡാക്കി അപ്പോയിന്റ് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? 3 ലോകത്തിലും, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലും എല്ലാത്തിന്റെ ഹെഡായി അപ്പോയിന്റ് ചെയ്തു. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ധാരാളം രാജാക്കന്മാർ ആത്മലോകത്തുണ്ടാകാം. ദൈവത്തിന്റെ വചനം പറയാണ്, അവന്റെ കൂട്ടുകാരിൽ പരമായി, അവന്റെ ഫെല്ലോ വർക്കേഴ്സിൽ പരമായി അവന് ഏറ്റവും ഉയർത്തി. അവന് പല ഫെല്ലോസും ഉണ്ട്, അവന് പല കൂട്ടുകാരും ഉണ്ട്. അവന്റെ കൂട്ടുകാരിൽ പരമായി അവനെ ഏറ്റവും ഉയർത്തി അവൻ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. ഹല്ലേലൂയ. ആരെ? തന്റെ മകനെ. കാരണം അവൻ ക്രൂശിലെ മരണത്തോളം അപ്പനെ അനുസരിക്കാൻ തയ്യാറായി. ശ്രദ്ധിച്ചു കേട്ടോ. അപ്പ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒന്നും മാറ്റി ഇതിലൂടെ കടന്നുപോയേ പറ്റോ? എന്നാൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതുകൊണ്ട് ദൈവം അവന് ഏറ്റവും ഉയർത്തി. മനസ്സിലായ? ഈ ഭൂമിയിൽ വന്നപ്പോ ഇവിടുത്തെ ഭരണാധികാരി ഗവർണർ ചോദിച്ചു, പീലാത്തോസ് ചോദിച്ചു, നീ രാജാവ് തന്നെയാണോ? യേശു പറഞ്ഞു, രാജാവാണ്, പക്ഷെ ഭൗതിക ലോകത്തിന്റെ അല്ല, ആത്മലോകത്തിന്റെയാ. രാജാവ് തന്നെയാണ്. യോഹന്നാൻ 18:36 മുതൽ വായിക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഞാൻ 35-36 ഭാഗങ്ങളിലുണ്ട്. ഇതാ, ഞാൻ രാജാവ് തന്നെയാണ്, പക്ഷെ എൻ്റെ ലോകം ഐഹികമല്ല, ആത്മീക ലോകമാണ്. സ്വർഗരാജ്യത്തിലെ രാജാവാ. ഇതാ പറയുന്നത് സങ്കീർത്തനം 2 പറയുന്നത്, ഞാൻ എൻ്റെ രാജാവിനെ സിയോനിൽ വാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ ഭാഗം എടുത്തെങ്കിൽ വായിച്ചേ. പീലാത്തോസ് അതിനുത്തരമായി, ഞാൻ യഹൂദനോ? നിന്റെ ജനവും മഹോപുരോഹിതന്മാരും നിന്നെ എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്നു. നീ എന്തു ചെയ്തു എന്ന് ചോദിച്ചതിന് യേശു, എൻ്റെ രാജ്യം ഐഹികമല്ല. എൻ്റെ രാജ്യം ഐഹികമായിരുന്നു എങ്കിൽ എന്നെ യഹൂദന്മാരുടെ കയ്യിൽ ഏൽപ്പിക്കാത്തവണ്ണം എൻ്റെ ചേവകർ പോരാടുമായിരുന്നു. അപ്പൊ എൻ്റെ രാജ്യം ഭൗതികമല്ല, ആത്മീകമാണ്. അപ്പൊ ഉറപ്പാണല്ലോ ഇദ്ദേഹത്തിന് രാജ്യം ഉണ്ടെന്ന്, കിങ്ഡം ഉണ്ടെന്ന്. താഴേക്ക്. എന്നാൽ എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന് ഉത്തരം പറഞ്ഞു. പീലാത്തോസ് അവനോട്, എന്നാൽ നീ രാജാവ് തന്നെയല്ലോ എന്ന് പറഞ്ഞതിന് യേശു, നീ പറഞ്ഞതുപോലെ ഞാൻ രാജാവ് തന്നെ. ശ്രദ്ധിച്ചേ, അപ്പൊ പുള്ളിക്കാരൻ ആരാ? ഓൾറെഡി രാജാവാ. ആത്മമണ്ഡലത്തിലെ രാജാവായി താഴേക്ക് വന്നേക്കണേ. ആത്മമണ്ഡലത്തിലെ രാജാവാ താഴേക്ക് വന്നിരിക്കണേ. ഹല്ലേലൂയ. ആ രാജാവാണ് ഇതാ സ്വർഗസ്ഥ പിതാവിനെ അനുസരിക്കാൻ വേണ്ടി ഏറ്റവും താണ് വന്ന് ഇതാ അവസാനം എൻ്റെ അപ്പനെ അനുസരിക്കാൻ ക്രൂശിലെ മരണത്തോളം താഴ്മയുള്ളവനായത്. ദൈവവചനം പറയുന്നു, അതുകൊണ്ട് ദാറ്റ് ഈസ് ദ റീസൺ. അതുകൊണ്ട് ദൈവം അവനെ, അപ്പൊ ഈ ദൈവം അവോയ്ഡ് ചെയ്യപ്പെട്ടില്ല. ദൈവം അവിടെ തന്നെയുണ്ട്, എല്ലാറ്റിനും മുകളിലായി. ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ദൈവത്തിന്റെ വചനം പറയുന്നു, എല്ലാത്തിനും ഉപരിയായി ക്രിസ്തുവിനെ ഉയർത്തിയെങ്കിലും ഉയർത്തിയവൻ ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. കൊരിന്ത്യർ ലേഖനം പറയാണ്, ഉയർത്തിയ ദൈവം ഒഴികെ എത്രയെന്ന് സ്പഷ്ടം. ഹല്ലേലൂയ. സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് കഴിഞ്ഞാൽ അടുത്ത വ്യക്തിത്വമാണ്. ഇതുകൊണ്ട് ദൈവവചനം പറയുന്നത്, ക്രിസ്തുവിൻ തല ദൈവം.
ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ചു കേൾക്കുക. എന്തുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായത്തിൽ ക്രിസ്തുവിനെ സ്വർഗീയ ഗണം ദൂതന്മാർ വണങ്ങുന്നെന്നറിയോ? ഈ കാരണം പറഞ്ഞിട്ടാ. അതിനു മുമ്പ് 4-ാം അധ്യായത്തിൽ സ്വർഗീയ പിതാവിനെ വണങ്ങുന്നുണ്ട്. ഈ കാരണമൊന്നുമല്ല പറയുന്നേ, നീ സർവ്വവും സൃഷ്ടിച്ചതിനാൽ നീ സർവസ്തുതിക്കും ആരാധനയ്ക്കും യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗീയ പിതാവിനെ വണങ്ങുമ്പോൾ 5-ാം അധ്യായത്തിൽ യേശു ക്രിസ്തുവിനെ വണങ്ങുന്നതിന്റെ കാരണം യേശു ക്രിസ്തു സ്വർഗീയ പിതാവായതുകൊണ്ടല്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, നീ അറുക്കപ്പെട്ടു, സർവ ആരാധനയ്ക്ക്, സർവ വണക്കത്തിന്, സർവ ബഹുമാനത്തിന്, സ്തോത്രത്തിന് നീ യോഗ്യൻ. കാരണം നീ അറുക്കപ്പെട്ടു. എവിടെ? കാൽവരിയിൽ. നിന്റെ രക്തം കൊണ്ട് സർവ ഗോത്രത്തിലും വംശത്തിലുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി നീ വിലയ്ക്ക് വാങ്ങി അവരെ രാജാക്കന്മാരും പുരോഹിതന്മാരുമാക്കി നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ നിനക്ക് ബഹുമാനം തരുന്നു, നിന്നെ വണങ്ങുന്നു, ഞങ്ങളുടെ ദൈവത്തോടൊപ്പം. ഇറ്റ് ഈസ് ഫാദേഴ്സ് ഹോണർ. ഹല്ലേലൂയ. ഇറ്റ് ഈസ് ഫാദേഴ്സ് ഹോണർ. അല്ലാണ്ട് അപ്പനെ റീപ്ലേസ് ചെയ്തതല്ല, അപ്പനെ മാറ്റിയതല്ല. അപ്പൊ നിങ്ങൾ വിചാരിക്കും അപ്പൻ അങ്ങനെയൊക്കെ ആഗ്രഹമുണ്ടോ? പിന്നെ എന്റെ മോനെ ബഹുമാനിക്കണമെന്ന് എന്നേക്കാൾ കൂടുതൽ വേറെ ആരാ ആഗ്രഹിക്കണേ? നമ്മളെ ഓരോരുത്തരും ഇങ്ങനെ തന്നെയാ. ഇതുകൊണ്ടാണ് ദൈവത്തിന്റെ വചനം യോഹന്നാൻ 5:22 ദൈവത്തിന്റെ വചനം പറയുന്നത്, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുവാൻ. അപ്പൊ പിതാവിന്റെ ആഗ്രഹമായി എല്ലാവരും പുത്രനെ ബഹുമാനിക്കണമെന്ന്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കുക. പിതാവാരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ യേശുക്രിസ്തുവിനെ നമ്മൾ ബഹുമാനിക്കണമെന്ന് ആഗ്രഹം സ്വർഗീയ പിതാവിനാണ്. അല്ലാണ്ട് പിതാവിനെ ഒഴിവാക്കി ബഹുമാനിക്കാനല്ല പറഞ്ഞേ. ഹല്ലേലൂയ. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ. അപ്പൊ ആദ്യം ആരെ ബഹുമാനിക്കണം? ആദ്യം പിതാവിനെ ബഹുമാനിക്കണം. അല്ലാണ്ട് പിതാവിനെ ഒഴിവാക്കി ആ സ്ഥാനത്ത് പുത്രനെ കൊണ്ടുവരാനല്ല പറഞ്ഞേ. പിതാവിനെ, ഇന്ന് സഭകൾ പലതും ചെയ്യുന്ന അതുപോലെയാ. എന്നാൽ പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ തന്നെ വേണം പുത്രനെ ബഹുമാനിക്കാൻ. നമുക്ക് ആ വചനങ്ങളിലേക്ക് ഒന്ന് കടന്നു വരാം. വെളിപ്പാട് പുസ്തകത്തിൽ അതാണുള്ള ഇഷ്യൂ. ഹല്ലേലൂയ. ആ വചനത്തിലേക്ക് ഒന്ന് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിലേക്ക് ആദ്യം വരിക. ഫാദർ വി താങ്ക് യു. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിൽ നമുക്ക് ആ സ്വർഗീയ ദർശനം കാണാം. അതിന്റെ 1-ാം വാക്യം മുതൽ വായിച്ചേ. അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളനാദം പോലെ എന്നോട് സംസാരിച്ചു കേട്ട ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം എന്ന് കൽപ്പിച്ചു. ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിൽ ഒരു സിംഹാസനം വെച്ചിരിക്കുന്നതും സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നതും കണ്ടു. അതെ, ഇരിക്കുന്നതും കണ്ടു. ഇനി അതിന്റെ എക്സ്പ്ലനേഷൻ നിങ്ങൾ വീട്ടിൽ വെച്ച് വായിച്ച് മനസ്സിലാക്കുക. സ്വർഗീയ പിതാവിനെയാണ് അവിടെ കാണുന്നത്. ഇവിടെ ഈ അധ്യായത്തിൽ ക്രിസ്തുവിനെ കുറിച്ചല്ല കാണിക്കുന്നത്, സ്വർഗീയ പിതാവിനെ കാണിക്കുന്നത്. ഇനി അവസാനം ആ സ്വർഗീയ പിതാവിനെ ഇവർ വണങ്ങുന്ന രംഗമുണ്ട്. ആ വണങ്ങുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇതാ അവിടെ ചുറ്റുമുള്ള ജീവികളും, അപ്പോൾ തന്നെ ഇതാ അവിടെയുള്ള ആ ഹെവൻലി ഹോസ്റ്റുകൾ മുഴുവൻ അവിടെ പറയുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാം. അതിന് 8 മുതൽ വായിച്ചോ. 4 ജീവികളും ഓരോന്നിനും 6 ചിറകുള്ളതായി ചുറ്റിലും അകത്ത് കണ്ണു നിറഞ്ഞിരിക്കുന്നു. ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള കർത്താവായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ രാപ്പകൽ വിശ്രമം കൂടാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇത് സ്വർഗീയ പിതാവിന്റെ സന്നിധിയാണ്. താഴേക്ക്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവന് ആ ജീവികൾ മഹത്വവും ബഹുമാനവും സ്തോത്രവും കൊടുക്കുമ്പോഴൊക്കെയും 24 മൂപ്പന്മാരും സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ മുമ്പിൽ വീണ് എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു. എന്താ കാര്യം നമസ്കരിക്കാൻ? അടുത്ത വാക്യം. കർത്താവേ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും ആകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ,
എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുമ്പിൽ ഇടും. അപ്പൊ സ്വർഗസ്ഥ പിതാവിനെ നമസ്കരിക്കാനുള്ള യോഗ്യത അവർ പറയുകയാണ്. കർത്താവെ, നീ സർവവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകിയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ. ഹല്ലേലൂയ. അപ്പോ നീ ഇതിനുവേണ്ടി യോഗ്യനായതിന്റെ കാരണം നീയാണ് സർവവും സൃഷ്ടിച്ചത്. ഇത് കാരണമാണ് ഞങ്ങൾ നിന്നെ നമസ്കരിക്കുന്നത്. ഹല്ലേലൂയ. ഈ സംഭവത്തിലൊന്നും യേശുക്രിസ്തു വന്നിട്ടില്ല, കുഞ്ഞാട് വന്നിട്ടില്ല, സിംഹാസനത്തിൽ ഇരിക്കുക. അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോഴാണ് യേശുക്രിസ്തുവിന്റെ ആ രംഗപ്രവേശനം. അവിടെ സ്വർഗത്തിൽ 7 മുദ്രയുള്ള പുസ്തകം തുറക്കാനോ പൊട്ടിക്കാനോ ആരും ഇല്ലാതിരിക്കുമ്പോൾ യോഹന്നാൻ കരയുന്ന രംഗം അവിടെ കാണാം. എന്നാൽ ഈ സമയത്താണ് അതിന്റെ 4-ാം വാക്യം വായിച്ച്, അതിന്റെ 3-ാം വാക്യം. പുസ്തകം തുറക്കുവാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിക്കുവാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. ഏറ്റവും യോഗ്യത പ്രാപിച്ച ഒരുവനും ഇല്ല. സ്വർഗത്തിലെ പുസ്തകം, പിശാചിന്റെ ന്യായവിധി ആരംഭിക്കുന്ന പുസ്തകമാണത്. എന്നാൽ മൂപ്പന്മാരിൽ ഒരുവൻ പറയാണ്, ഒരുവൻ യോഗ്യത പ്രാപിച്ചിട്ടുണ്ട്. താഴേക്ക്. അപ്പോൾ മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, കരയേണ്ട, യഹൂദാ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ പുസ്തകവും അതിന്റെ 7 മുദ്രയും തുറക്കുവാൻ തക്കവണ്ണം ജയം പ്രാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു ക്രിസ്തു ജയം പ്രാപിച്ചു ഈ പുസ്തകം തുറക്കാൻ എന്ന് പറഞ്ഞു. താഴേക്ക്. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. അതിന് 7 കൊമ്പും സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. ശ്രദ്ധിച്ചേ, സ്വർഗീയ പിതാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നു, യേശു ക്രിസ്തു സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നു. ഈ പുസ്തകം വാങ്ങിക്കുകയാണ്. താഴേക്ക്. അവൻ വന്നു സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങി. അവൻ വന്ന് സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ആരാണ്? സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവിന്റെ വലങ്കയിൽ നിന്ന് പുസ്തകം വാങ്ങിയപ്പോൾ 4 ജീവികളും 24 മൂപ്പന്മാരും ഓരോരുത്തൻ വീണയും വിശുദ്ധന്മാരുടെ പ്രാർത്ഥന എന്ന ധൂപവർഗം നിറഞ്ഞ പൊൻകലശവും പിടിച്ചുകൊണ്ട് കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. കാരണം താഴേക്ക്. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിക്കുവാനും നീ യോഗ്യൻ. പുസ്തകം വാങ്ങുവാൻ അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു. നിന്റെ രക്തം കൊണ്ട് സർവ്വഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ നീ യോഗ്യനാണ് പുസ്തകം തുറക്കാൻ. കാരണം നിന്റെ രക്തം കൊണ്ട് നീ ദൈവത്തിന്റെ മക്കളെ എല്ലാവരെയും വിലയ്ക്ക് വാങ്ങി. ആർക്കു വേണ്ടി? ദൈവത്തിനായി. പിതാവായ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് നീ യോഗ്യൻ. താഴേക്ക്. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരുമാക്കി വെച്ചു. ഞങ്ങളുടെ ദൈവത്തിന് അവരെ കിങ്ഡവും പുരോഹിതന്മാരെ രാജാക്കന്മാരും പുരോഹിതന്മാരും ആക്കി വെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടും. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. ആര്? നമ്മൾ ഓരോരുത്തരും ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട്. അതിനുവേണ്ടി ഒരുങ്ങിക്കോ. അതാണ് കിങ്ഡം മെസ്സേജ്. അവർ എന്നേക്ക് രാജാക്കന്മാർ. ആ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ സ്വർഗത്തിൽ പാടുകയാണ്. അത് ഭൂമിയിലും പാടട്ടെ. ഹല്ലേലൂയ. പിന്നെ താഴേക്ക്. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000 1000 ആയിരുന്നു. അവർ അത്യുച്ചത്തിൽ, അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിക്കുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. യോഗ്യൻ. ഈ യോഗ്യതയ്ക്ക് കാരണം അവിടെ എഴുതിയിരിക്കുന്നു, അറുക്കപ്പെട്ട കുഞ്ഞാട്. എവിടെ? കാൽവരി ക്രൂശിൽ നീ അറുക്കപ്പെട്ടോ. ആ അറുക്കപ്പെട്ട കുഞ്ഞാട് സ്തോത്രവും ധനവും ബഹുമാനവും എല്ലാം പ്രാപിപ്പാൻ യോഗ്യൻ. എവിടെ വെച്ച് തിരിച്ചറിയാം? ഇതല്ലേ ഫിലിപ്പിയർ 2 പറയണേ. അവിടെ ദൈവത്തിന്റെ വചനം പറയുകയാണ്, ഇവൻ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായത് കൊണ്ട്, അതാണ് യോഗ്യത. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ഇവിടെ പറയുന്നു, അതേ സംഭവം, അറുക്കപ്പെട്ട സംഭവം നിന്നെ യോഗ്യനാക്കി. അറുക്കപ്പെട്ട അതേ സംഭവം നിന്നെ യോഗ്യനാക്കി. എന്തിന്? ധനവും മാനവും സ്തോത്രവും ലഭിപ്പാൻ നിനക്ക് യോഗ്യത എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ
നേരത്തെ പറഞ്ഞല്ലോ എല്ലാ മേഖലയും അവിടെ പറയാണ്, ഫിലിപ്പ് ലേഖനത്തിൽ പറയാണ്, സ്വർലോകത്തിലും ഭൂലോകത്തിലും അധോലോകത്തിലും ഉള്ളവരുടെ എല്ലാ മുട്ടുകളും ഈ ഒരു കാരണം കൊണ്ട് ക്രിസ്തുവിന്റെ മുമ്പിൽ മടങ്ങും. അതുകൊണ്ട് ദൈവവിനെ ഏറ്റവും ഉയർത്തി. ഇവിടെയും അത് തന്നെ പറയുന്നു, നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് നീ യോഗ്യനായി, അതുകൊണ്ട് 3 ലോകത്തുള്ളവരും നിന്നെ വണങ്ങുന്നു. മനസ്സിലായോ? അല്ലാണ്ട് അപ്പനെ റീപ്ലേസ് ചെയ്തതല്ല അത്. ഇറ്റ് ഈസ് എ ഹോണർ ഓഫ് ദ ഫാദർ. അപ്പന്റെ ബഹുമാനം ഒരു മകനിലേക്കുള്ള അപ്പന്റെ ബഹുമാനം. താഴേക്ക് വായിച്ചു. സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും സമുദ്രത്തിലുമുള്ള സകല സൃഷ്ടിയും കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചോ? ഫിലിപ്പേ ലേഖനം റിപ്പീറ്റ് ചെയ്യാണ് ഇവിടെ. ഫിലിപ്പേ ലേഖനം പറഞ്ഞ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുള്ള സകലരുടെയും മുഴങ്കാൽ ഇവന്റെ മുമ്പിൽ മടങ്ങും. ഇവിടെയും പറയുന്നത് തന്നെയാണ്. കാരണം നീ അറുക്കപ്പെട്ടോ, ഹല്ലേലൂയ, ക്രൂശിലെ മരണത്തോളം നീ അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് സ്വർഗീയ പിതാവിനെ മാറ്റി നിന്നെ ദൈവമാക്കി എന്നല്ല, അതുകൊണ്ട് നിന്റെ അപ്പനായ ഞാൻ നിന്നെ ഹോണർ ചെയ്യുന്നു. എല്ലാവരും ഇവന്റെ മുമ്പിൽ വണങ്ങണം. ആരുടെ മഹത്വത്തിനായി? ദൈവവചനം പറയുന്നു, പിതാവിന്റെ മഹത്വത്തിനായി സകലരും യേശുവിനെ വണങ്ങണം. ഈ കാരണം കൊണ്ട് ഞാൻ എന്റെ ക്രിസ്തുവിനെ വണങ്ങുന്നേ. പിതാവിന്റെ കൽപ്പനയാ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ പുത്രനെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. ഇതാണ് ദൈവകൽപ്പന, ദൈവവചനം. അല്ലാണ്ട് അപ്പനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി ഒരു ഡോക്ടർ ഉണ്ടാക്കുകയല്ല. ഇതുകൊണ്ട് തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയാത്തത് കൊണ്ട് നിങ്ങൾ തെറ്റിപ്പോകുന്നു. ഹല്ലേലൂയ. ഈ 4-ാം അധ്യായത്തിൽ സ്വർഗീയ പിതാവിനെ ആരാധിക്കുന്നതിന്റെ കാരണം അവിടെ എഴുതിയിരിക്കുന്നു, നീ സകലത് സൃഷ്ടിച്ചവനാകയാൽ ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. ഹല്ലേലൂയ. ഇതാ 4-5-ാം അധ്യായത്തിൽ യേശുവിനെ വണങ്ങുന്നതിന്റെ കാരണം, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തത്താൽ സർവഗോത്രത്തിലും ഭാഷയിൽ നിന്നുള്ളവരെ ഞങ്ങളുടെ ദൈവത്തിനായി രാജാക്കന്മാരും പുരോഹിതന്മാരുമായി വിലയ്ക്ക് വാങ്ങിയത് കൊണ്ട് ഞങ്ങൾ 3 ലോകവും നിന്റെ മുമ്പിൽ സ്വർഗീയ പിതാവിനോട് ചേർന്ന് നിന്നെയും വണങ്ങുന്നു. മനസ്സിലാവുന്നുണ്ടോ? പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ നിന്നെയും ബഹുമാനിക്കുന്നു. ഹല്ലേലൂയ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, അല്ലാതെ വണങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ഇതാ സ്വർഗസ്ഥ പിതാവിനോട് കൂട്ടിക്കെട്ടുകയല്ല. ആ പുത്രനെ ബഹുമാനിക്കുകയാണ്. പുത്രനെ ബഹുമാനിക്കുക. പുത്രൻ ആരാണ്? സർവ്വപ്രപഞ്ചത്തിന്റെ രാജാവാ, സ്വർഗീയ പിതാവിനാൽ അപ്പോയിന്റ് ചെയ്ത ആ രാജാവിനെ നമ്മൾ ബഹുമാനിക്കണം. അപ്പനെ റീപ്ലേസ് ചെയ്യുന്ന പദ്ധതിയിലേക്ക് അത് കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. അപ്പനെ റീപ്ലേസ് ചെയ്യുന്ന പദ്ധതിയല്ല. ഞാൻ ചിന്തിക്കുന്നു, ആവർത്തന പുസ്തകം അല്ലെ ക്രോണിക്കലാണെന്ന് തോന്നുന്നു, അവിടെ സ്വർഗീയ പിതാവ് ദേവാലയം പണിയുന്ന സമയത്ത്, ഓ ഫാദർ വി താങ്ക് യു ജീസസ്, ഐ ലവ് യു. ദാവീദ് ദേവാലയം പണിയുവാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു കാര്യം, ഇതെല്ലാം പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തെ ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. അവിടെ എഴുതി വച്ചിരിക്കുന്നു, ഓ ഫാദർ വി താങ്ക് യു. ഈ സമയത്ത് ജനം സ്വർഗീയ പിതാവിനെയും ദാവീദിനെയും വണങ്ങി നമസ്കരിച്ചു എന്ന ഒരു വേർഡ് നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. അതിൻ്റെ അർത്ഥം ദാവീദ് സ്വർഗീയ പിതാവായെന്നല്ല. ഓ ഫാദർ വി താങ്ക് യു. ഞാനത് പുറകെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് മനസ്സിലാക്കുക, ദേവാലയം പണിയുന്ന ആ സമയത്ത് നടക്കുന്നൊരു സംഭവമാണ്. ജനങ്ങൾ ദാവീദിനെ, സ്വർഗസ്ഥ പിതാവിനെ നമസ്കരിക്കാൻ പറയുമ്പോൾ സ്വർഗസ്ഥ പിതാവിനെയും ദാവീദിനെയും വീണ്
നമസ്കരിച്ചു. ദാവീദിനെ നമസ്കരിച്ചത് സ്വർഗസ്ഥ പിതാവായിട്ടല്ല, ദാവീദിനെ നമസ്കരിച്ചത് രാജാവായിട്ടാണ്. സ്വർഗസ്ഥ പിതാവിനെ നമസ്കരിച്ചത് അത്യുന്നതനായ ദൈവമായിട്ടാണ്. അപ്പോൾ പ്രിയ സഹോദരങ്ങളെ, ഇത് തന്നെ നമ്മുടെ ജീവിതത്തിൽ കാണാം. ഇനി യേശു ക്രിസ്തു വീണ്ടും ഭൂമിയിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓ ഫാദർ വി താങ്ക് യു. യോഹന്നാൻ 5:22 വായിച്ച്. ദൈവത്തിൻ്റെ കൽപ്പന 5:22. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കുവാൻ സ്വർഗീയ പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുക. അപ്പോൾ ഇത് വ്യക്തതയോടെ നമ്മൾ മനസ്സിലാക്കുക, തിരിച്ചറിയുക. ഇനി വീണ്ടും ഹെബ്രായ ലേഖനത്തിലേക്ക് കടന്നു വന്നാട്ടെ. ഹെബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ, ഓ ഫാദർ വി താങ്ക് യു, അതിൻ്റെ 1-ാം അധ്യായം 6-ാം വാക്യം വായിച്ച്. ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് ദൈവം അരുളി ചെയ്യുന്നു. ആദ്യജാതനെ, അതാണ് ക്രിസ്തു. ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും, കിങ് KJV എഴുതിയിരിക്കുകയാണ്, ആൻഡ് അഗെയിൻ ഓ ഫാദർ വി താങ്ക് യു Jesus, I love you. ആൻഡ് അഗെയിൻ, അതായത് യേശു ക്രിസ്തു ഇനിയും ഈ ഭൂമിയിലേക്ക് സ്വർഗത്തിലെ പിതാവ് അയക്കും, പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ സകല ദൂതന്മാരും, ഇനി ഇപ്പോഴും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ എല്ലാ മുഴങ്ങാലും മടങ്ങിയിട്ടില്ല, ഇനിയും മടങ്ങാനുള്ള സകലരും യേശു ക്രിസ്തുവിന്റെ മുമ്പിൽ തങ്ങളുടെ മുട്ടുകളെ മടക്കണോ, അവനെ വണങ്ങണം. ഇത് കൽപ്പന, ഒരു അപ്പന്റെ കൽപ്പനയാണ്. ഫാദേഴ്സ് ഹോണർ അരുളി ചെയ്തിരിക്കുന്നു, സ്വർഗീയ പിതാവ് അരുളി ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ക്രിസ്തുവിനെ വണങ്ങുകയും ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്നത്. കാരണം ക്രിസ്തുവാണ് കാൽവരിയിൽ നമുക്ക് വേണ്ടി മരിച്ചത്, അവനാണ് അറക്കപ്പെട്ടത്. ഈ കാരണം കൊണ്ടാണ് ക്രിസ്തുവിനെ വണങ്ങുന്നത്, അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവിനെ ഒഴിവാക്കാൻ വേണ്ടിയല്ല. ഹല്ലേലൂയ. ഇവർ രണ്ടും രണ്ട് പേരാണ്, ഒരാൾ അപ്പനാണ്, ഒരാള് മകനാണ്. മനസ്സിലാക്കുക. ഇനി ഈ ധാരാളം കാര്യങ്ങളുണ്ട് കേട്ടോ ഇവിടെ ദൈവത്തിന്റെ വചനം. ഇത് മൊത്തം ഹോണറിംഗ് ആണ്. ആ വേർഡ് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അറിയാൻ പറ്റും. അതിന്റെ 4 മുതൽ അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം. അപ്പോ വിശിഷ്ടമായ നാമത്തിലേക്ക് കയറി ഇതാ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. ആര്? അത്യുന്നതനായ ദൈവമാണെങ്കിൽ പിന്നെ വേറൊരു ശ്രേഷ്ഠതയ്ക്ക് എന്താണ് ആവശ്യം? ഹല്ലേലൂയ. അതിനേക്കാൾ മോളിൽ വേറെ ആരാ ഉള്ളേ? ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നത് ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. നീ എൻ്റെ പുത്രൻ, ഞാൻ എന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന്, ഞാൻ അവന് പിതാവോ അവൻ എനിക്ക് പുത്രനുമായിരിക്കുന്നു. ദൂതന്മാരിൽ ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ? എന്നിട്ടാണ് പറയുന്നത് ആദ്യജാതനെ ക്രിസ്തുവിനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, അത് പ്രവേശിപ്പിച്ചാലേ പോരാൻ പറ്റൂ, അല്ലാണ്ട് ചാടിക്കറി പോരാൻ പറ്റത്തില്ല. പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരോ ആ ക്രിസ്തുവിനെ നമസ്കരിക്കണമെന്ന് ക്രിസ്തു അല്ല തീരുമാനിച്ച്, സ്വർഗസ്ഥ പിതാവ് അരുളി ചെയ്യുന്നു. താൻ അരുളി ചെയ്യുന്നു. ദൈവത്തിന്റെ കൽപ്പനയാലാണ് ക്രിസ്തുവിനെ നമസ്കരിക്കുന്നത് സർവദൂതന്മാരും. ഫറവോ പറയാണ് ഇവന്റെ മുമ്പിൽ മുട്ടുമടപ്പേ. ആരുടെ? ജോസഫിന്റെ മുമ്പിൽ പറഞ്ഞ് മുട്ടുമടക്കിയ തന്റെ 2 രഥം അവന് കൊടുക്കുകയാ. ഇതാ എന്നിട്ട് പറയാണ് അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരെ അഗ്നിജാലം തന്റെ ശുശ്രൂഷന്മാരാകുന്നു എന്ന ദൂതന്മാരെ കുറിച്ച് പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം. അപ്പൊ പുത്രൻ ഏത് ക്ലാസ്സാ? ദൈവത്തിന്റെ ക്ലാസ്സാ, ഗോഡ് ക്ലാസ് ആണ്. ഹല്ലേലൂയ. പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം എന്നേക്കും സ്ഥിരമായ സിംഹാസനം. ഹല്ലേലൂയ. നിന്റെ ദൈവമായ ഞാൻ. പുത്രനോടോ ദൈവമേ നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കൽ. ആര് പറയാ? പിതാവ് പറയാണ്. ഇറ്റ് ഈസ് എ ഹോണർ ഓഫ് ദ ഫാദർ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദേഷിക്കുകയും ചെയ്തിരിക്കുക. ദൈവമേ ക്രിസ്തുവേ നിന്റെ ദൈവമായ ഞാൻ, അപ്പൻ.
മനസ്സിലായോ? നീയും ദൈവമാ, പുത്രൻ, ഞാൻ നിന്റെ അപ്പൻ, ഞാൻ അത്യുന്നതൻ, നീയോ അത്യുന്നതനാ, നിയമിതനായ രാജാവ്. ഹല്ലേലൂയ. ദൈവമേ നിന്റെ ദൈവമായ ഞാൻ, ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, പുത്രനോട് ദൈവമേ നിന്റെ സിംഹാസനം എന്ന് എന്നേക്കുമുള്ള നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കൽ, നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കുകയാ. ദൈവമേ നിന്റെ ദൈവം നിന്റെ കൂട്ടുകാരിൽ പരമായി. അപ്പൊ നിനക്ക് ആരുണ്ട്? ഹല്ലേലൂയ. നിനക്ക് കൂട്ടുകാരുണ്ട്. ദൈവത്തിന്റെ വചനം പറയാ, നിനക്ക് കൂട്ടുകാരുണ്ട്. നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. പലരും ഉണ്ട്, നമുക്കറിയില്ല ആത്മലോകത്തിലെ ഏതായി കൂട്ടുകാരെന്നൊന്നും. ഹല്ലേലൂയ. പല രാജാക്കന്മാരോടെ ഉണ്ടാകാം, അവരിൽ എല്ലാവരും ഉയരത്തില് നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഇതാ ദാവീദ് യാക്കോബിന്റെ 12 മക്കളിൽ ഏറ്റവും അധികമായി യാക്കോബ് ജോസഫിനെ സ്നേഹിച്ചു, അവനെ നിലയ്ക്ക് ഉണ്ടാക്കി കൊടുത്തു. ദൈവത്തിന് ഇഷ്ടമാ, ദൈവം എന്നാന്ന് വെച്ചാൽ ചെയ്യട്ടെ, നമുക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഇത് അവിടെ എഴുതിയിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. അതായത് ഈ ക്രിസ്തുവിലൂടെയാണ്, ക്രിസ്തു മുഖാന്തരമാണ് ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവനിലൂടെയോ അവൻ മുഖാന്തരവും അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ് സകലതും ഉണ്ടാക്കി. അവന്റെ പേരാണ് വചനം. ആരുടെ പേര്? ക്രിസ്തുവിന്റെ പേര്. അവൻ വചനത്തിലൂടെ സകലതും സ്വർഗസ്ഥ പിതാവ് ഉണ്ടാക്കി. വചനം മുഖാന്തരം. അപ്പൊ പിതാവോ കാരണഭൂതൻ. ഹല്ലേലൂയ. എന്നിട്ട് സകലത്തിലും ക്രിസ്തുവിനെ അവകാശിയാക്കി വച്ചു. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇറ്റ് ഈസ് ഫാദേഴ്സ് ഹോണർ. എല്ലാം പിതാവിന്റെ ഹോണർ. മക്കളെ പിതാവ് ഹോണർ ചെയ്യുന്ന ഭാഗമാണ്. മക്കളെ പിതാവ് ഹോണർ ചെയ്യുക. ഇത് നമ്മൾ വ്യക്തതയോടെ തിരിച്ചറിയുക. ഇതിലേക്ക് നമ്മളും എത്തപ്പെടുവാൻ, ആ പിതാവിന്റെ ഹോണറിലേക്ക് നമ്മൾ എത്തപ്പെടുവാൻ ദൈവകൃപയിൽ ഇതാ ശരണപ്പെടുക. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യത്തിൽ ഇത് വളരെ വ്യക്തതയോടെ കൊടുത്തിട്ടുണ്ട്. മാനേ മോളെ, ക്രിസ്തുവിനെ ബഹുമാനിച്ച പോലെ നിന്നെ ബഹുമാനിക്കാൻ ആഗ്രഹിക്കുന്നു. താല്പര്യമുണ്ടോ? ഒരു കാര്യം, അനുസരണത്തിലേക്ക് വരണം. യോഹന്നാന്റെ സുവിശേഷം 12:26 വന്നേ. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ പിതാവ് മാനിക്കും. ശ്രദ്ധിച്ച മതി. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. യേശു പറയാണ്, ഞാൻ ഇരിക്കുന്നിടത്ത് എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവനെ ആര് മാനിക്കും? പിതാവ് മാനിക്കും. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? യേശു പറയും, എന്നെ ശുശ്രൂഷ ചെയ്യുന്നവനെ ആര് മാനിക്കും? പിതാവ് മാനിക്കും. ഫാദർ വിൽ ഹോണർ ഹിം. ഹല്ലേലൂയ. സ്വർഗീയ പിതാവ് ഹോണർ ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ വേണം. ആ പിതാവിന്റെ ഹോണർ അന്വേഷിക്കാൻ. യേശു അന്വേഷിക്കുന്ന എപ്പോഴും പിതാവിന്റെ ഹോണറാ. യോഹന്നാൻ സുവിശേഷം 8-ാം അധ്യായം 50-ാം വാക്യം പറയുന്നു, യേശുക്രിസ്തു പറയുകയാണ്, ഞാൻ എൻ്റെ സ്വന്തം മഹത്വം അന്വേഷിക്കുന്നില്ല, ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. പിന്നെ എൻ്റെ ആഗ്രഹം പിതാവിന്റെ മഹത്വമാണ്. പിതാവ് എന്നെ ഹോണർ ചെയ്യുന്നതാണ് എൻ്റെ ആഗ്രഹം. വായിക്ക് 8:50. ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കുന്നില്ല. ഈ ദൈവപുത്രന്മാർ ഇങ്ങനെയാ, സ്വന്തം മഹത്വം അന്വേഷിക്കത്തില്ല, ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കത്തില്ല. അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ ഉണ്ട്. അന്വേഷിക്കുകയും വിധിക്കുകയും ചെയ്യുന്നവൻ ഒരുവൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മഹത്വം അന്വേഷിക്കാതെ. അതാരാ? എൻ്റെ അപ്പൻ. യേശയ്യാ 42:8 പറയാണ്, ഞാൻ എൻ്റെ മഹത്വം വേറെ ഒരുവനും വിട്ടുകൊടുക്കത്തില്ല. അതാണ് സ്വർഗസ്ഥ പിതാവ്, അത്യുന്നതനായ ദൈവം, യഹോവയാം ദൈവം. ആ മഹത്വം വേറെ ഒരുത്തനും കൊടുക്കത്തില്ല. അത് മുഴുവൻ പിതാവ് സ്വീകരിക്കും. എന്നിട്ട് ആ പിതാവ് എന്ത് ചെയ്യും? തന്റെ മക്കളെ ഹോണർ ചെയ്യും. പിതാവാണ് മക്കളെ ഹോണർ ചെയ്യുന്നത്. ഇതുകൊണ്ടാണ് അതിന് 8:54 വായിച്ചേ. 8:50 ഇപ്പൊ വായിച്ചു. 54 വായിച്ചേ. യേശു, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തിയാൽ എന്റെ മഹത്വം ഏതുമില്ല. യേശു പറയാണ്, ഞാൻ എന്നെ തന്നെ മഹത്വപ്പെടുത്തില്ല, എന്റെ മഹത്വം ഏതുമല്ല. പിന്നെ എന്നെ മഹത്വപ്പെടുത്തുന്നത് എന്റെ പിതാവ് ആകുന്നു. എന്നെ ഹോണർ ചെയ്യണത് എന്റെ അപ്പനാണേ. ദിസ് ഈസ് ഫാദേഴ്സ് ഹോണർ. ഇതാണ് ദൈവപുത്രന്മാർ. എന്നെ മഹത്വപ്പെടുന്നത് എന്റെ അപ്പനാ. ഞാൻ എന്റെ മഹത്വം അന്വേഷിച്ച് നടക്കുന്നില്ല. ആ അപ്പനാ പറയുന്നത് പുത്രനെ വണങ്ങാൻ. അപ്പനാ മഹത്വപ്പെടുന്നത്. ഇതാണ് യോഹന്നാൻ 5:41 കർത്താവ് പറയുന്നത്, ഞാൻ മനുഷ്യരിൽ നിന്ന് മഹത്വം വാങ്ങുന്നില്ല, ഞാൻ മനുഷ്യരിൽ നിന്ന് ബഹുമാനം വാങ്ങുന്നില്ല. വായിക്കേ, ദൈവപുത്രന്റെ നേച്ചർ മനസ്സിലാക്കുക. ദൈവപുത്രനെ പഠിക്കുന്നത് എന്താണെന്നറിയാമോ? ഞാനും നിങ്ങൾ അതേപോലെ ആകാനാ. വായിക്കേ, ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. ഞാൻ മനുഷ്യരോട് ബഹുമാനം വാങ്ങുന്നില്ല. 44 വായിച്ചേ. യേശുക്രിസ്തുവിനെ കുറിച്ച് കണ്ടോ? മനുഷ്യനോട് ബഹുമാനം വാങ്ങുന്നില്ല. പിന്നെ താൻ ബഹുമാനം അന്വേഷിക്കുന്ന ആരോടാണെന്നറിയാമോ? തന്റെ പിതാവിൽ നിന്ന്, തന്റെ അപ്പനിൽ നിന്ന് ബഹുമാനം അന്വേഷിക്കണേ. ഫാദേഴ്സ് ഹോണർ. താഴേക്ക്
തമ്മിൽ തമ്മിൽ ബഹുമാനം വാങ്ങിക്കൊണ്ട് നമ്മളെ കുറിച്ച് പറയാണ്. നിങ്ങൾ ആരാന്നറിയാം? നിങ്ങൾ എങ്ങനെയാണെന്നറിയാമോ? മനുഷ്യരെന്ന് ബഹുമാനം അന്വേഷിച്ച് നടക്കുക. തമ്മിൽ ബഹുമാനം അന്വേഷിച്ചുകൊണ്ട് ഏക ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കുന്നില്ല. അതാണ് നിങ്ങൾ. പക്ഷേ യേശു പറയാ, ഞാൻ അങ്ങനെയല്ല. ഞാൻ അന്വേഷിക്കുന്നത് എന്റെ അപ്പന്റെ ബഹുമാനം, ഫാദേഴ്സ് ഹോണർ. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ക്രിസ്തുവിനെ വണങ്ങുന്നെങ്കിൽ അത് പിതാവിന്റെ കൽപ്പനയാകാല. പിതാവിന്റെ ഹോണറാണ് അത് പുത്രന്. അത് പുത്രൻ സ്വീകരിക്കുക തന്നെ ചെയ്യുക. ഹല്ലേലൂയ. അല്ലാത്ത എല്ലാ ബഹുമാനവും നമ്മൾ പുത്രനെ ബഹുമാനിച്ചാലും നേരെ പിതാവിന്റെ അടുക്കിലേക്ക് പോകും. ദൈവപുത്രന്മാർ അങ്ങനെയാ. അവർ സ്വയം ഇതുകൊണ്ട് കർത്താവ് പറഞ്ഞ, ഞാൻ എന്റെ ബഹുമാനം അന്വേഷിക്കുന്നില്ല, മനുഷ്യന്റെ ബഹുമാനം വാങ്ങുന്നില്ല. മനുഷ്യർ ബഹുമാനിച്ചോട്ടെ. ഹല്ലേലൂയ. അതെല്ലാം നേരെ നമ്മുടെ അകത്ത് എന്ത് പറയുന്നറിയാമോ? ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. എല്ലാം അങ്ങോട്ടേക്ക് തലയ്ക്ക് പോകും. എല്ലാ സ്വർഗസ്ഥ പിതാവിന് പോകും ക്രിസ്തുയേശുവിലൂടെ. ഹല്ലേലൂയ. ഈ 3 ദിവസത്തെ ഒരു ഹൈ ലെവൽ കോൺഫറൻസ് കഴിഞ്ഞപ്പോ പലരും വന്ന് പലതും പറഞ്ഞു. ഹല്ലേലൂയ, നല്ല മീറ്റിംഗ് ആയിരുന്നു, പവർഫുൾ ആയിരുന്നു, 7 സ്റ്റാർ ഫുഡ് എല്ലാം പറഞ്ഞു. ഒരെണ്ണം അകത്ത് നിൽക്കണില്ല, എല്ലാം നേരെ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കലേക്ക്. ഗ്ലോറി ടു ദി ഹെവൻലി ഫാദർ. ഹല്ലേലൂയ. ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന ദേവദാസൻ ആ ഹാൻഡിൽ നിന്ന് പറയുകയാണ്, വളരെ വളരെ സ്വാദിഷ്ടമായ ഫുഡായിരുന്നു. ഞങ്ങൾ പറയുകയായിരുന്നു, ഞങ്ങൾ എല്ലാവരും ദൈവത്തിന് മഹത്വം കൊടുത്തു. അപ്പോൾ ഒരാൾ ചോദിച്ചു, ദൈവം ഉപയോഗിച്ച മുഖാന്തരത്തിന് മഹത്വം കൊടുത്തില്ലല്ലോ. ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഉടനെ ഹൃദയത്തിൽ എന്നാ സംഭവം? നേരെ ആ മഹത്വം മുഴുവൻ സ്വർഗസ്ഥ പിതാവിന്, അർഹനായ സ്വർഗസ്ഥ പിതാവിന്. ആ പിതാവ് ഈ മഹത്വം അന്വേഷിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ദൈവപുത്രന്മാരുടെ സ്വഭാവം. അല്ലാണ്ട് ആ മഹത്വം അവർ ഏറ്റെടുത്തിരിക്കുകയില്ല. ഹല്ലേലൂയ. ഇനി എന്റെ പ്രിയ കുഞ്ഞെ, ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ ദൈവം നമ്മളെ മഹത്വപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്ന്? കേട്ടില്ലേ? ഹല്ലേലൂയ. വായിച്ചേ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഓ ഫാദർ വി താങ്ക് യു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം. ദൈവം നമ്മളെയും മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഓ ഫാദർ വി താങ്ക് യു. എല്ലാ മേഖലയിലും ദൈവം മഹത്വപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ആത്മലോകത്തും ഭൗതിക ലോകത്തും ഒക്കെ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുക. ഫിലദൽഫിയ സഭയുടെ ദൂതനോട് പറയുന്ന രംഗമാണ്. അതിന്റെ 7-ാം വാക്യം മുതൽ വായിച്ചോളൂ. ഫിലദൽഫിയ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുമുള്ളവനുമായി ആരും അടയ്ക്കാത്തവണ്ണം തുറക്കുകയും ആരും തുറക്കാത്തവണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചിട്ടില്ല. ശ്രദ്ധിച്ചേ, കർത്താവ് പറയാണ്, നമ്മൾ ഓരോരുത്തരുടെയും പ്രവൃത്തി ദൈവം അറിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ, ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. അല്പമേ ശക്തിയുള്ളൂ, വചനം കാക്കാനുള്ള ശക്തിയൊന്നും ഇല്ല. ചുറ്റുമുള്ളവർ ആ ജോസഫിന്റെ ചുറ്റു സഹോദരങ്ങളൊന്ന് പൊട്ടക്കിണറ്റിലേക്ക് എടുത്ത് എറിയുക. ഇതേപോലെ ദൈവം നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങി, വചനം കാക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇതാ ഉടനെ തന്നെ ചുറ്റും സഹോദരങ്ങൾ വരും, പ്രഷർ ചെയ്യാൻ വേണ്ടി വരും. പക്ഷെ അവിടെയും നീ എൻ്റെ വചനം കാത്തു. സഹിഷ്ണുതയെക്കുറിച്ചുള്ള എൻ്റെ വചനം നീ കാത്തു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാൻ പോണെന്നറിയാമോ? എല്ലാവരുടെയും മുമ്പിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് ഞാൻ തെളിയിക്കാൻ പോവാം. എങ്ങനെ തെളിയിക്കണമെന്നറിയോ? ഹല്ലേലൂയ. എൻ്റെ കുഞ്ഞുങ്ങൾ, ഈ ഹോണർ എല്ലാവർക്കും ഉണ്ട്. ഈ വചനം കാക്കണം. ദൈവത്തിന്റെ സത്യവചനം പറയാൻ തുടങ്ങി കഴിഞ്ഞപ്പോ സഹോദരങ്ങൾ പറഞ്ഞു, നിനക്ക് ഞങ്ങൾ സ്റ്റേജ് തരത്തില്ല, നിനക്ക് ഞങ്ങൾ മിനിസ്ട്രി തരത്തില്ല. അപ്പനെ കുറിച്ച് സത്യം പറയാൻ തുടങ്ങിയപ്പോ നിനക്ക് ഞങ്ങൾ സ്റ്റേജ് തരത്തില്ല. എനിക്ക് അവരോടെല്ലാം പറയേണ്ടത്, നിങ്ങളുടെ സ്റ്റേജ് എനിക്ക് വേണ്ട, എനിക്ക് എൻ്റെ അപ്പനെ മതി. അപ്പനെ വിട്ടിട്ട് ഒരു മിനിസ്ട്രിയും വേണ്ട, ഒരു സ്റ്റേജും വേണ്ട, ഒരു മൈക്കും വേണ്ട. അടുത്ത ഫേസ് മനുഷ്യരുടെ ഫേസ് അല്ല, എൻ്റെ അപ്പന്റെയും ക്രിസ്തു യേശുവിന്റെയും ദൈവപുത്രന്മാരുടെയും ദൈവരാജ്യത്തിന്റെ ഫേസാ. ഹല്ലേലൂയ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എൻ്റെ വചനം കാത്തു. അനേകർ കോംപ്രമൈസ് ചെയ്യുമ്പോൾ നീ കോംപ്രമൈസ് ചെയ്യാതെ നീ എൻ്റെ വചനം കാത്തു. താഴേക്ക് വായിച്ചേ. യഹൂദരല്ലാതിരിക്കെ യഹൂദരെന്ന് കളവായി പറയുന്ന ചിലരെ, യഹൂദരല്ല പക്ഷെ യഹൂദന്മാരെന്നാ പറയണേ, ക്രിസ്ത്യാനികളല്ല പക്ഷെ ക്രിസ്ത്യാനികളെന്നാ പറയുന്നത്, കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. പക്ഷെ ആ പള്ളി യഥാർത്ഥത്തിൽ ക്രിസ്തീയ പള്ളി എന്നാ, യഹൂദ പള്ളി എന്നാ പേര്, പക്ഷെ സംഭവം സാത്താന്റെയാ. ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന്. ഇതുപോലെ അനേക ഡ്യൂപ്ലിക്കേറ്റ് സഭകളുണ്ട്. ഹല്ലേലൂയ. സാത്താന്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിപ്പാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്നറിയുവാനും സംഗതി വരുത്തും. എന്തിനാ അങ്ങനെ ചെയ്യണേ?
ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയാൻ. ഞാൻ ദൈവമാകുന്ന ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് അറിയുവാൻ ക്രിസ്തു വിളിച്ചു പറയുകയാണിത്. ഹല്ലേലൂയ. എന്നെ അനുഗമിക്കുന്നവൻ ഇതാ എനിക്ക് ശുശ്രൂഷ ചെയ്യട്ടെ, എന്നെ അനുസരിക്കുന്നവനെ, എന്നെ അനുഗമിക്കുന്നവനെ എന്റെ പിതാവ് ബഹുമാനിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതെന്റെ ജീവിതത്തിൽ കടന്നു വരാൻ തുടങ്ങി. ഞാനത് ചോദിച്ചു, എന്തുവാ കർത്താവ് ഇത്? ഹല്ലേലൂയ. അപ്പൊ കർത്താവ് കാണിച്ചു തന്നു. ഗദര ദേശത്ത് കർത്താവ് യേശു കടന്നു ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കണമെന്നറിയാമോ? നേരെ പിശാച് ഭൂതബാധിതം വന്നിട്ട് യേശുവിനെ നമസ്കരിക്കുക, യേശു ക്രിസ്തുവിനെ നമസ്കരിക്കുക. കാരണം ദൈവപുത്രന് ഇവര് നമസ്കരിക്കണം എന്തും പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. അവർക്കറിയാം ഈ വ്യക്തിത്വം ആരാണെന്ന് ആത്മമണ്ഡലത്തിൽ. കുഞ്ഞെ, നീ ആരാന്നറിയോ? ആ ക്രിസ്തുവിന്റെ ബ്രദറാ, ആ ക്രിസ്തുവിന്റെ സഹോദരനാ, ആ ക്രിസ്തുവിന്റെ സഹോദരനാ. മാത്രമല്ല കൂട്ടവകാശിയാ. ക്രിസ്തുവിന് എന്തുണ്ടോ അതിന്റെ കൂട്ടവകാശി കൂടിയാ നീ. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ് വേണം നമുക്ക്. ലൂക്കോസ് 8:29 വായിച്ചേ. ലൂക്കോസ് 8:29. Oh Jesus, I thank you. അവൻ അശുദ്ധാത്മാവിനോട് ആ മനുഷ്യനെ വിട്ടുപോകുവാൻ കൽപ്പിച്ചിരുന്നു. അത് വളരെ കാലമായി അവനെ ബാധിച്ചിരുന്നു. അവനെ ചെങ്ങലയും വിലങ്ങും ഇട്ട് ബന്ധിച്ചു സൂക്ഷിച്ചിരുന്നിട്ടും അവൻ ബന്ധനങ്ങളെ തകർക്കുകയും ഭൂതം അവനെ കാടുകളിലേക്ക് ഓടിക്കുകയും 28. അവൻ യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ച് അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. യേശുവിനെ കണ്ടിട്ട് നിലവിളിച്ചു, അവനെ നമസ്കരിച്ചു. യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. നീ ആരാന്നറിയാമോ? ആ ക്രിസ്തുവിന്റെ ബ്രദറാ, ക്രിസ്തുവിന്റെ സഹോദരനാ. റോമ 8:29 പറയുന്നു, തന്റെ പുത്രൻ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യ ജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപപുത്രൻ അനുരൂപമാകുവാൻ നിങ്ങളെ മുൻ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവനും ഒരുവനല്ലോ പിതാവ്. ഈ തിരുവെഴുത്തുകളെ കുറിച്ചോ ദൈവശക്തിയെ കുറിച്ചോ ഇന്ന് സഭയ്ക്ക് എന്നെ അറിയാവുന്നവർക്കായി സ്തോത്രം. ഈ സംഭവം തിരിച്ചറിയണം. നീ ആരെന്നറിയാമോ? ദൈവത്തിന്റെ മകനാ. കാൺമേ, എത്ര ചെറിയ സ്നേഹമല്ല, എത്ര വലിയ സ്നേഹം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. നാം ദൈവത്തിന്റെ മക്കൾ എന്ന് വിളിക്കപ്പെടാൻ, ക്രിസ്തുവിന്റെ ബ്രദേഴ്സ്, സഹോദരങ്ങൾ എന്ന് വിളിക്കപ്പെടാൻ. അതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, മറിയേ, ഞാൻ ഒരു സ്ഥലം പറയാൻ പോവാ. എന്റെ അപ്പന്റെ അടുക്കൽ, നിങ്ങളുടെ അപ്പന്റെ അടുക്കൽ, എന്റെ ദൈവത്തിന്റെ അടുക്കൽ, നിങ്ങളുടെ ദൈവത്തിന്റെ അടുക്കൽ ഞാൻ കടന്നു പോകുന്നു. നീ പോയി എന്റെ സഹോദരന്മാരോട് പോയി പറ. നമ്മൾ ആ ക്രിസ്തുവിന്റെ സഹോദരങ്ങൾ മാത്രമല്ല, റോമ 8:17 പറയുന്നു, നാം മക്കളെങ്കിൽ അവകാശികളുമാണ്, ദൈവത്തിന്റെ അവകാശികൾ, ക്രിസ്തുവോട് ചേർന്ന് കൂട്ടവകാശികളും തന്നെ. ഇതുകൊണ്ടാണ് ക്രിസ്തു പറയുന്നത്, എന്റെ അപ്പ എനിക്ക് കിങ്ഡം വിഭാഗിച്ച് തന്നതുപോലെ അതിന്റെ ഒരു ഷെയർ ഞാൻ നിങ്ങൾക്കും തരികയാണ്, ഞാൻ നിങ്ങൾക്കും കിങ്ഡം വിഭാഗിച്ചു തരുന്നു. We are heavenly heirs. സ്വർഗീയമായ അവകാശികളാണ് നാം. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയ, സത്യ സുവിശേഷമായി പറയുന്നത്. ഇത് തിരിച്ചറിയ എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ. ഹല്ലേലൂയ. ഇതാ ഞാൻ ആ രംഗം നിങ്ങളിന്ന് കാണിച്ചിട്ട് ഒരു 2 വചനോട് വായിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഫാദർ, ഇത് പബ്ലിക്കായിട്ട് കൊട്ടാരക്കരയിൽ നടക്കുന്ന സംഭവമാണ്. ഹല്ലേലൂയ. ഇത് റെക്കോർഡ് ചെയ്യുന്നത് അവരുടെ വീഡിയോ സിസ്റ്റത്തിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം ടീനു ജോർജിന്റെ ചർച്ച്. ഓ ഫാദർ, വി താങ്ക് യു. ഓ ലോർഡ്, ഐ ലവ് യു. Jesus, I love you.
ദൈവത്തിന് യുദ്ധമുണ്ട്, ദൈവത്തിന് യുദ്ധമുണ്ട്. ദൈവം എഴുന്നേൽക്കണം. ദൈവത്തിന് ശത്രുക്കൾ, ദൈവത്തിന് ശത്രുവുണ്ട്, ദൈവത്തിന് യുദ്ധമുണ്ട്. സർവാധികാരിയായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ശക്തിയെ ശക്തി ബന്ധിച്ചറിയണോ. Yes, you are free in Jesus' name. Glory to God. Repala, regale, regale, regale. Rebalangare, regale. Es കാണുന്ന താൽക്കാലിക, കാണാത്തത് നിത്യ. പ്രൈസ് ദി ലോർഡ് സഹോദരങ്ങളെ. ഹല്ലേലൂയ. ഈ വാക്യമായിട്ട് നിങ്ങൾ ഒത്തുനോക്കുക. എന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഞാൻ ഹോട്ടലിൽ വന്ന് ചിന്തിക്കാൻ തുടങ്ങി. വെളിപ്പാട് 3:8-9. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. അതാർക്കും അടയ്ക്കാൻ പറ്റത്തില്ല. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഇത് വചനം കാക്കുന്ന എല്ലാവരുടെ മേലും സ്വർഗീയ പിതാവിൻ്റെ വചനം ആര് കാത്തു? ക്രിസ്തു കാത്തു. ക്രിസ്തു പറയാണ്, ഞാൻ എപ്പോഴും അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് അവൻ എന്നെ ഏകനായി വിട്ടിട്ടില്ല. ഹല്ലേലൂയ. ഞാൻ എൻ്റെ പിതാവിൻ്റെ വചനം അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ വചനം അനുസരിച്ച് എൻ്റെ സ്നേഹത്തിൽ വസിക്കുക. നീ എൻ്റെ വചനം കാത്തു, നീ എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. യഹൂദരല്ലാതിരിക്കെ യഹൂദർ എന്ന് കളവായി പറയുന്ന ചിലരെ, ക്രിസ്ത്യാനി അല്ലാതായിരിക്കെ, നമ്മുടെ ഭാഷയെ പറഞ്ഞ ക്രിസ്ത്യാനികൾ എന്ന് കളവായി പറയുന്ന ചിലർ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞു, സാത്താനിക് ചർച്ചകളിൽ ഇന്ന് ധാരാളം പ്രത്യേകിച്ച് സഹോദരിമാർ അസൈൻമെൻറ്റുമായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഇഷ്ടം എന്ന് പറയുന്നത് നല്ല ദേവദാസന്മാരെ വീഴ്ത്തുക, നല്ല ചർച്ചകളെ വീഴ്ത്തുക. ഇതാ അവിടെ എഴുതിയിരിക്കുകയാണ്, യഹൂദരല്ലാതിരിക്കെ യഹൂദർ എന്ന് കളവായി പറയുന്ന ചിലരെ ഞാൻ സാത്താൻ്റെ പള്ളിയിൽ നിന്ന് വരുത്തും. അവർ നിന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കാനും ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാനും സംഗതി വരുത്തും. അപ്പൊ ഇത് എന്തിനാ കർത്താവ് ചെയ്യിക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിച്ചു എന്ന് അറിവാൻ സംഗതി വരുത്തും. That is the purpose. This is Father's honor. Hallelujah.
ഇനി എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് തിരിച്ചറിയണം, ഇത് നിങ്ങൾക്കും പ്രാപിക്കാം. ക്രിസ്തുവിന്റെ കൂട്ടവകാശമായി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം സഭയോട് പറയുകയാണ്. അതിൻ്റെ 26-ാം വാക്യത്തിൽ സഭയോട് പറയാണ്, ഈ വചനം കാത്ത് നീയും ജയിച്ചാൽ നീയും എന്നോടുകൂടെ ഭരണാധികാരിയായി മാറും, വാഴുന്ന ആളായി മാറും. വായിച്ചേ അതിന്റെ 26-27. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ, ജാതികളല്ല, I will give authority over nations. രാഷ്ട്രങ്ങളുടെ മേൽ ഞാൻ അധികാരം കൊടുക്കും. നിങ്ങൾക്ക് വേണോ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം? ഹല്ലേലൂയ. പല പല രാഷ്ട്രങ്ങളുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, ഇല്ലേ, റഷ്യയുണ്ട്, നെതർലാൻഡ് ഉണ്ട്. ഇവിടെ പറയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവർത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ രാഷ്ട്രങ്ങളുടെ മേൽ അധികാരം കൊടുക്കും. ഈ ഫേസ് അല്ല, അടുത്ത ഫേസ്, ദൈവരാജ്യം ഭൂമിയെ വാഴുന്ന കാലം. ഹല്ലേലൂയ. അവൻ ഇരുമ്പ് കോൽ കൊണ്ട് അവരെ മേയ്ക്കും. അതിലേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുകയാണ്, ആ ഹോണറിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ഇത് തന്നെയാണ് കർത്താവ് യേശു അതിന് 3:21 വെളിപ്പാട് 3:21 പറയുന്നത്, ഞാൻ നിനക്ക് ഭരണം തരും, ഭരണകൂടത്തിൽ ഞാൻ നിന്നെ ഇരുത്തും. വായിക്കേ, ജയിക്കുന്നവന് ഞാൻ എന്നോട് കൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ വരം നൽകും, ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോട് കൂടെ അവന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ തന്നെ. എല്ലാവർക്കും കൂടി ഒറ്റ സിംഹാസനം, പിതാവിനും പുത്രനും, പുത്രനിലുള്ള പുത്രന്മാരായ നമുക്കും. ഞാൻ ജയിച്ചു, എൻ്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നു. സിംഹാസനം ഇല്ലാഞ്ഞിട്ടല്ല, നമ്മളെല്ലാം ഒന്നെന്ന് കാണിക്കാനാ. പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവനെ ഞാൻ എന്നോട് കൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. സ്വർഗീയ പിതാവും നമ്മളുമായി ക്രിസ്തുവിൽ ഒന്നെന്ന് കാണിക്കാൻ വേണ്ടിയാണത്. അല്ലാണ്ട് സ്വർഗത്തിൽ കസേരയോ അല്ലെങ്കിൽ സിംഹാസനം ഇല്ലാഞ്ഞിട്ടല്ല. യഥാർത്ഥത്തിൽ ക്രിസ്തു ഇരിക്കുന്ന പിതാവിന്റെ വലതുഭാഗത്ത്, സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദ യൂണിവേഴ്സ്. ഹല്ലേലൂയ. ഇത് തിരിച്ചറിയുക. ഇനി മനസ്സിലാക്കിയോ, സഹനത്തിലൂടെ കടന്നുപോയ സംഭവിക്കുന്നറിയാമോ? ആക്ച്വലി ശബദി പുത്രന്മാർക്ക് ഇതിന് താല്പര്യം ഉണ്ടായിരുന്നു, യേശുക്രിസ്തുവിന്റെ അപ്പുറം ഇപ്പുറം ഒക്കെ ഇരിക്കാനായിട്ട്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞു, അതിന്റെ മെത്തേഡ് പാനപാത്രം കുടിക്കണം, അറക്കപ്പെടണമെന്ന്. അറക്കപ്പെട്ടാലേ ഈ ഫാദേഴ്സ് കോർണറിലേക്ക് കയറാൻ പറ്റും. അറക്കപ്പെടണം. അവർ പറഞ്ഞു, ഞങ്ങൾ അറക്കപ്പെടാം, പാനപാത്രം കുടിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഓഫീസ്. ഇതൊന്നും തീരുമാനിക്കുന്ന ആൾ ഞാനല്ല, ഇതൊക്കെ തീരുമാനിക്കുന്നത് സ്വർഗസ്ഥ പിതാവ്. ഒപ്പം ഒന്ന് ചോദിച്ചോട്ടെ, അങ്ങനെ യേശുവാണ് പിതാവെങ്കിൽ യേശുവിനൊക്കെ തീരുമാനിച്ചുകൂടായിരുന്നു? ഇതൊക്കെ തീരുമാനിക്കുന്നത് സ്വർഗസ്ഥ പിതാവാ, ഇതൊന്നും എൻ്റെ ഓഫീസിൽ പെട്ടത് അല്ല. വളരെ വ്യക്തതയോടെ യേശുക്രിസ്തു അവരോട് പറഞ്ഞു. പക്ഷെ കുഞ്ഞെ, നിനക്കത് കിട്ടും. എപ്പോ? അറക്കപ്പെടണം. യേശുവരോട് പറഞ്ഞു കൊടുത്തു, പാനപാത്രം കുടിച്ചാൽ കിട്ടും. ഇതാ വെളിപ്പാട് പുസ്തകം 20:4 ഒരു കൂട്ടം ജനം യേശുവിനോട് ഭരിക്കാൻ കയറി. യേശുവിനോടുകൂടെ രാജാക്കന്മാരെ അവർ ഭരിക്കാൻ കയറി. 20:4 അവിടെ എഴുതിയിരിക്കുന്നു, അവർ പാനപാത്രം കുടിച്ചു, അവരുടെ തല അറുക്കപ്പെട്ടു. അവർ അറുക്കപ്പെട്ടു. ഇതാണ് യേശുവിനെ കുറിച്ച് പറയുന്നത്, നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് നിന്നെ സ്വർഗസ്ഥ പിതാവ് ഏറ്റവും ഉയർത്തി, അതുകൊണ്ട് ഞങ്ങൾ നിന്നെ വണങ്ങുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ 20:4. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു, അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. അവയിൽ ഇരിക്കുന്നവർക്ക് ഭരണം കൊടുത്തു, ന്യായവിധിയുടെ അധികാരം കൊടുത്തു, ഭരണം കൊടുത്തു. യേശുവിന്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും. തല പോയി, അറുക്കപ്പെട്ടു, നീ അറുക്കപ്പെട്ടു, അതുകൊണ്ട് നിനക്ക് ഭരണം, അതുകൊണ്ട് നിനക്ക് വാഴ്ച. യേശുവിന്റെ സാക്ഷി നിമിത്തം തല അറുക്കപ്പെട്ടവരും, മൃഗത്തെയോ അതിന്റെ പ്രതിമയോയോ നമസ്കരിക്കാതിരുന്നവരും, ആന്റിക്രൈസ്റ്റിന്റെ പീരീഡിൽ അവന്റെ സിസ്റ്റത്തെ നമസ്കരിക്കാതിരുന്നവരും, നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ചു 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. അവര് ഷെയർ ചെയ്തു, അധികാരം ഷെയർ ചെയ്തു. അർക്കപ്പെട്ടവർ ക്രിസ്തുവിനോട് ഒരുമിച്ച് അധികാരം, നിത്യമായ ഗവൺമെന്റ് ഷെയർ ചെയ്യാൻ തുടങ്ങി. അതിന്റെ ഇനീഷ്യൽ സ്റ്റേജാണ് 1000 years, 1000 വർഷത്തെ ഭരണം. ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, ആ ക്രിസ്തുവിനോട് ചേർന്ന് ആ ദൈവം ക്രിസ്തുവിന് കൊടുത്ത ഷെയറിന്റെ പങ്കാളിയാകാൻ, ക്രിസ്തുവിന്റെ കൂട്ടവകാശിയാകുവാൻ, കൂടെ ഭരിക്കുവാൻ, എൻ്റെ പിതാവ് എനിക്ക് കിങ്ഡം വിഭാഗിച്ചു തന്നതുപോലെ ആ ഷെയർ ഞാൻ നിങ്ങൾക്കും തരിക, ഞാൻ നിങ്ങൾക്ക് കിങ്ഡം വിഭാഗിച്ച് തരും. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം നമ്മളെ എവരെയും വിളിക്കുകയാണ്. ക്രിസ്തുവിൽ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തു എന്ന നായകനെ അനുസരിച്ചും അനുഗമിച്ചു ഇതാ നമ്മൾ ദൈവസന്നിധിക്ക് ചെല്ലുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, എൻ്റെ പിതാവ് അവനെ ഹോണർ ചെയ്യും.
എൻ്റെ പിതാവ് അവനെ ബഹുമാനിക്കൂ. ആ പിതാവിന്റെ ബഹുമാനം അന്വേഷിക്കുക. നിങ്ങൾ മനുഷ്യർ തമ്മിൽ ബഹുമാനിച്ചിട്ട് ഏക സത്യദൈവമായ സ്വർഗീയ പിതാവിൽ നിന്നുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയുമെന്നാണ് യേശു ചോദിക്കുന്നത്. അതുകൊണ്ട് ആ സ്വർഗീയ പിതാവിൽ നിന്നുള്ള ബഹുമാനം നമുക്ക് അന്വേഷിക്കുക. ആ സ്വർഗീയ പിതാവിൽ നിന്നുള്ള ബഹുമാനം കിട്ടണമെങ്കിൽ നാം യേശുവിനെ അനുഗമിക്കണം. അനുദിനം യേശുവോട് പഠിക്കണം, യേശുവെ ധരിക്കണം, ക്രിസ്തുവാകുന്ന തലയോളം വളരണം. അപ്പോൾ തന്നെ സ്വർഗീയ പിതാവിന്റെ കൽപ്പനയാൽ പുത്രനായ ക്രിസ്തുവിന് എല്ലാ ബഹുമാനവും കൊടുക്കണം. ഹല്ലേലൂയ. ക്രിസ്തു അർക്കപ്പെട്ടു, ഈ ബഹുമാനങ്ങൾക്കെല്ലാം യോഗ്യമായി. ഇന്ന് സർവനാമത്തിനും മുകളിലുള്ള നാമം സ്വർഗീയ പിതാവ് ഒഴികെ 15 പറയാണ്, സർവനാമത്തിന് ഉയരെ ദൈവം ഉയർത്തി, പക്ഷെ ദൈവം എന്ന നാമം ഒഴികെ, ഹല്ലേലൂയ, അത്യുന്നതനായ ദൈവം എന്ന നാമം ഒഴികെ സകലത്തിലെയും മുകളിൽ അവൻ ഉയർത്തി. അത് വായിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക അവസാനിപ്പിക്കാം. വായിച്ചാട്ടെ 15 അവൻ സകല ശത്രുക്കളെയും ആ വാക്യം ഒന്ന് പറഞ്ഞോളൂ. 15:25 അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകും. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലത്തെയും അവന്റെ കാൽ കീഴിലാക്കിയിരിക്കുന്നു എന്നുണ്ടല്ലോ. സകലവും അവന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് സകലവും ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ സകലത്തെയും കീഴാക്കി കൊടുത്തവൻ ഒഴികെ, സകലത്തെയും കീഴാക്കി കൊടുത്തവൻ പിതാവായ ദൈവം ഒഴികെ എന്ന് സ്പഷ്ടം. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തെയും കീഴാക്കി കൊടുത്തു എന്ന് പറഞ്ഞാൽ പിതാവായ ദൈവം ഒഴികെ അത്രയെന്ന് സ്പഷ്ടം. നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കാം. കേട്ട വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും കുറിച്ച് അറിയായികയാൽ ഞങ്ങൾ തെറ്റിപ്പോകുന്നു. പിശാച് പോലും ദൈവം ഏകനെന്ന് വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ക്രിസ്തു പറഞ്ഞു പിതാവായ ഏക സത്യ ദൈവം. അങ്ങ് പത്രോസിന് വെളിപ്പെടുത്തി കൊടുത്തു, അങ്ങ് അപ്പസ്തോലന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. ദൈവങ്ങളെന്ന് വിളിക്കുന്നവർ അനേകർ ആകാശത്തിലും ഭൂമിയിലും ഉണ്ട്. അതിന്റെ നടുവിൽ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. സകലത്തെയും ഭരിക്കുന്ന രാജാവ്, സ്വർഗീയ പിതാവിനാൽ നിയമിതനായവൻ. എന്നാൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ്, കാലങ്ങൾക്ക് മുമ്പ് പിതാക്കന്മാരുടെ തലത്തിൽ വെച്ച് തന്നെ അപ്പസ്തോലപ്രവൃത്തി 20:29 പ്രകാരം ഞങ്ങൾ തെറ്റിപ്പോയി. അപ്പാ, ഇന്ന് അങ്ങ് സഭയെ നേർവഴിക്ക് കൊണ്ടുവരുന്നതിനായി നന്ദി. പിതാവിന്റെ ഹോണർ എന്തെന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്നതിനായി നന്ദി. എന്റെ ശുശ്രൂഷക്കാരൻ ഞാൻ ഇരിക്കുന്നിടത്തിരിക്കും, അവനെ എന്റെ പിതാവ് ബഹുമാനിക്കും എന്ന ക്രിസ്തുവിന്റെ വാക്ക് ഞങ്ങൾ ഓർക്കുന്നു. നിങ്ങൾ മനുഷ്യർ തമ്മിൽ ബഹുമാനിച്ചും ഡോക്ടറേറ്റ് കൊടുത്തു ഏകദൈവത്തുള്ള ബഹുമാനം അന്വേഷിക്കാത്ത നിങ്ങൾക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും ആ ദൈവത്തിന്റെ ബഹുമാനം, ഫാദേഴ്സ് ഹോണർ അന്വേഷിക്കുവാൻ ഞങ്ങളോട് ഇന്ന് ആവശ്യപ്പെട്ടു. പ്രിയ നല്ല പിതാവേ, മനുഷ്യർ ഞങ്ങളെ ഹോണർ ചെയ്യുവാനല്ല, അങ്ങ് ഞങ്ങളെ ഹോണർ ചെയ്യുവാൻ, അത് മനുഷ്യരുടെ മുമ്പിൽ വെളിപ്പെടുവാൻ യേശു ആഗ്രഹിച്ചതുപോലെ തന്നെ പിതാവേ എന്നെ അങ്ങ് മഹത്വപ്പെടുത്തണമേ. ആ ഒരു ചിന്ത ഞങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകട്ടെ. ഏകസത്യദൈവമായ അങ്ങിൽ നിന്നുള്ള ബഹുമാനം സ്വീകരിപ്പാൻ അങ്ങ് ഞങ്ങളെയും ബലപ്പെടുത്തണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈ ഹോളിൽ, ഈ ശബ്ദ കാഴ്ച വെറുതെയിൽ ആയിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളും, എല്ലാ ദൈവദാസന്മാരെയും ദാസിമാരെയും കുഞ്ഞുങ്ങളെയും ഒക്കെ അങ്ങ് സ്നേഹിക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. അവരെല്ലാം സത്യം തിരിച്ചറിഞ്ഞ് ക്രിസ്തുവെ അനുസരിച്ചും അനുഗമിച്ചും ക്രിസ്തുവിന്റെ വഴികൾ നടകൊള്ളുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കുമായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുന്നു. സർവമഹത്വം അങ്ങേക്ക് തരികയാ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പിതാവേ. ദൈവം നിങ്ങളെ അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, ആരെയും വേദനിപ്പിക്കാനല്ല ഈ സന്ദേശം, പകരം സഭ സത്യം തിരിച്ചറിഞ്ഞ് ആ ക്രിസ്തുവിൻ്റെ വഴികൾ, ക്രിസ്തുവിൻ്റെ പാതയിൽ കടന്നു പോകാനാണ് ഇന്ന് സഭയുടെ വിഷയം. അവർക്ക് ദൈവ ഇഷ്ടം എന്തെന്ന് അറിഞ്ഞുകൂടാ.
ദൈവരാജ്യം അവകാശമാക്കണമെങ്കിൽ ഇതാ പ്രാധാന്യമേറിയതായി നാം മനസ്സിലാക്കേണ്ടത് ദൈവിഷ്ടമാണ്, അത് ചെയ്യണം. എൻ്റെ കർത്താവ് എന്ന് പറയുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനെ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുകയുള്ളൂ. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ദൈവനുദിക്കുന്ന നാളെ രാവിലത്തെ സഭാ ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരെയും കാണാമെന്നുള്ള വിശ്വാസത്തോടെ അതിനായി നിങ്ങളെ ഏവരെയും ഇൻവൈറ്റ് ചെയ്യുകയാണ്. ഈ പ്രാവശ്യത്തെ ധ്യാനം മനോഹരമായി കഴിയാൻ സ്വർഗ്ഗത്തിൽ സഹായിച്ചു. ഫെബ്രുവരിയിലെ ധ്യാനം ഫെബ്രുവരി 5-ാം തീയതിയാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങുവാൻ, മറ്റുള്ളവരെ ഒരുക്കുവാൻ ഉത്സാഹിപ്പിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്.